ഇരുട്ടത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം വെളിച്ചത്ത് കേൾക്കപ്പെടും. സ്വകാര്യ മുറികളിൽ വെച്ച് നിങ്ങൾ ചെവികളിൽ മന്ത്രിച്ചിട്ടുള്ളത് മട്ടുപ്പാവുകളിൽ ഘോഷിക്കപ്പെടും. എന്നാൽ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അതിൽ കൂടുതൽ അവർക്ക് നിങ്ങളോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആരെയാണ് ഭയപ്പെടേണ്ടതെന്ന് ഞാൻ പറയാം. ഒന്നിട്ട് നരകത്തിലിടുവാൻ അധികാരമുള്ളവരെയാണ് ഭയപ്പെടേണ്ടത്. അതേ ഞാൻ നിങ്ങളോട് പറയുന്നു, അവരെ തന്നെ ഭയപ്പെടുകയും. 2 കാശിന് 5 കുരുവി വിൽക്കപ്പെടുന്നില്ലയോ? അവയിലൊന്നിനെ പോലും ദൈവം വിസ്മരിക്കുന്നില്ല. നിങ്ങളുടെ തലമുടി പോലെല്ലാം എണ്ണപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അനേകം കുരുവികളെക്കാൾ നിങ്ങൾ വിലപ്പെട്ടവരാകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും മനുഷ്യരുടെ മുമ്പാകെ എന്നെ പറഞ്ഞാൽ ദൈവദൂതന്മാരുടെ മുമ്പാകെ മനുഷ്യപുത്രനോ അവനെ ഏറ്റുപറയും. എന്നാൽ ആരെങ്കിലും മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളി പറഞ്ഞാൽ ദൈവദൂതന്മാരുടെ മുമ്പാകെ ഞാനോ അവനെ തള്ളിപ്പറയും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്ന ഏതൊരുവനോടും ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കുകയില്ല. ഭരണാധിപന്മാരുടെയും അധികാരികളുടെയും മുമ്പാകെ നിങ്ങളെ ഹാജരാക്കുമ്പോൾ എന്ത് പറയേണ്ടതെന്നോ എങ്ങനെ പറയേണ്ടതെന്നോ നിങ്ങൾ ആഗ്രഹപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുന്നവരോട് ചെയ്തു. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ോ
Amen.
സജീവമായ വിശ്വാസികൾ മാത്രം പുസ്തക പ്രവർത്തനം നടത്തി വിശുദ്ധ കുർബാന നിർവഹിക്കുവാനായിട്ട് തയ്യാറാകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. കാലങ്ങൾക്ക് ശേഷം കായൻ ഭൂമിയുടെ ഫലങ്ങളിൽ നിന്ന് യഹോവയ്ക്ക് കാഴ്ച കൊണ്ടുവന്നു. ഹാബീലും ആടുകളുടെ പക്ഷിയിൽ തന്നെ കഴിഞ്ഞതിനെ കൊണ്ടുവന്നു. ഹാബീലിലും അവന്റെ കാഴ്ചയിലും യഹോവ പ്രസാദിച്ചു. കായയിലും അവന്റെ കാഴ്ചയിൽ പ്രസാദിച്ചില്ല. കായയിൽ വളരെ ഈർഷ്യപ്പെടുകയും അവന്റെ മുഖം ദുഃഖപൂർണ്ണമാവുകയും ചെയ്തു. യഹോവ കായനോട് പറഞ്ഞു, നീ ഈർഷ്യപ്പെടുന്നത് എന്തിന്? നിന്റെ മുഖം ദുഃഖപൂർണ്ണമാകുന്നു എന്തിന്? നീ നല്ലത് ചെയ്താൽ സ്വീകരിക്കപ്പെടുന്നു. നീ അതിലേക്ക് തിരിയും, അത് നിന്റെ മേൽ അധികാരപ്പെട്ടിരിക്കും. കായന്റെ സഹോദരനായ ഹാബീലിനോട് നമുക്ക് വെളിപ്രദേശത്ത് പോകാം എന്ന് പറഞ്ഞു. അവർ വെളിപ്രദേശത്തായിരിക്കുമ്പോൾ കായന്റെ സഹോദരനായ ഹാബീലിനെതിരെ എഴുന്നേറ്റവനെ കൊന്നു. യഹോവ കായനോട്, നിന്റെ സഹോദരൻ ഹാബീലിനെ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നവൻ പറഞ്ഞു. യഹോവ അവരോട്, നീ ചെയ്തത് എന്ത്? ഭൂമിയിൽ നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം വാങ്ങിയത് സ്വീകരിച്ച ദേശത്ത് നിന്ന് നീ ശമിക്കപ്പെട്ടവനായിരിക്കും. ബഹുത്വമുള്ളവനായ ശരിയായ പുസ്തകത്തിൽ നിന്നും പാർക്കുമോ. പാപത്തോട് പാപം കൊണ്ടുവന്നവനെ കൂടാതെ എന്റെ ആത്മാവില്ലാതെ പ്രഭുവിന്റെ സംരക്ഷണത്തിന് സ്വയം സംരക്ഷിക്കുക. എന്റെ അരുളപ്പാട് ചോദിക്കാതെ ബസ്രയിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ത്രീകളായ മക്കൾക്ക് ആകഷ്ടം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഫറവോന്റെ സംരക്ഷണം നിങ്ങൾക്ക് അവസാനമായി ബസ്രയിലെ അഭയം ലജ്ജയായി ഭവിക്കും. അവന്റെ പ്രമുഖന്മാർ സവാലിലായി, അവന്റെ ദൂതന്മാർ പ്രധാനമായിരിക്കുന്നു. അവർക്കെല്ലാം ലജ്ജയും അപമാനവും അല്ലാതെ ഉപകാരവും സഹായമോ പ്രയോജനമോ ഒന്നും നൽകാത്ത ഒരു ജാതകത്തിൽ ലജ്ജിച്ചു പോകും. പാർക്കുമോ. പാപത്തിൻ
നീ
മാറുന്നു എന്നോട് ബോധിപ്പിക്കാനുള്ളത് എന്ന് സ്വകാര്യമായി ചോദിച്ചു. അതിനെ അവൻ യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് നീ സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവരെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാർത്ത് കൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40-ലധികം പേർ അവനെ ഒടുക്കിക്കളയുവോളും ഒന്നും തെറ്റുകയോ ഒഴിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടുമെന്ന് ആശിച്ച് അവരിപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നീ നിന്നോട് അറിയിച്ചു എന്ന് സഹസ്രാധിപതി കൽപ്പിച്ച് യൗവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ സേനാധിപന്മാർ 2 പേരെ വരുത്തി ഈ രാത്രി 3-ാം നേരത്തിൽ ഐശ്വര്യക്ക് പോകുവാൻ 200 കാലാളെയും വധിച്ചവരെയും 200 ബന്ധക്കാരെയും ഒരുക്കുകയും പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംരംഭിക്കും എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ അത് എഴുതപ്പെടുത്തി Sparso, Machiori, Son,
ബഹുമാനപ്പെട്ട
സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ നാഥാ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തെളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളത് മനിയോചിച്ചു നിന്റെ ദൈവത്വത്തിന്റെ പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലികളെ അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീകമായ കാഴ്ചകളും ബലികളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യമായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നെങ്കിലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുലസ്ബാൻ ലവൽമീൻ.
Amen.
Amen.
നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ചു. പ്രകാരം
വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കുക.
ദൈനികവും മറ്റുമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് ശ്രമിക്കുന്നവരെയും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധമായ അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മർപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും പൗരുഷയുടെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമിയോസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോരിയോസും ദിയാസ്കോറോസും തിമോത്തിയോസും ഫെലിക്സിയോസും അന്ത്രിമോസും യാവോനിയോസും ഭദ്രമായ ദൈവവും ശരീരയാക്കിയിരുന്നുവെന്നും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യപദാർത്ഥത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നതമോപരമായ പ്രസിദ്ധനായ മാർക്കോറിയോസും സൂര്യാധികാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സമൂഹത്തിന്റെയും വിവേകമുള്ളവായും തോണും മൽപ്പാനും പുഷ്പങ്ങളുണ്ട് നിറഞ്ഞ മേഘസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ഭാവ മാറിയാക്കോബർദാനെയും മറപ്രിയവും മാറിയാക്കോവും മാറിസഹാകുമാർമാരായും ദുഃഖിതന്മാരായ മാർബവസവുമായും മാർഷമോദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും യർദോമാർബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മോർവേഗോരിയോസും മോർദിവനാസിയോസുമായ പിതാക്കന്മാരെയും ചോക്കുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരുടെ കൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാഗ്യപരമാവിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വിശ്വാസികളായ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ ആത്മാക്കളെയും മരുകളെയും തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായി തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി നമ്മെ തന്റെ സുരാജ്യത്തോടുവാനുമായിട്ടും നാം അപേക്ഷ പ്രാർത്ഥിച്ചു പ്രാവശ്യം പ്രിയനായി സോല നാട്ട് പ്രിയനായി സോ
കർത്താവിനോട് നാം അപേക്ഷിക്കണം. സഹോദരങ്ങളെ, പള്ളികൾക്ക് നിരപ്പും നേതാക്കൾക്ക് സമാധാനവും അവയിലെ പട്ടക്കാർക്ക് നല്ല കാവലും അവയുടെ പ്രജകൾക്ക് പുഷ്ടിയുള്ള കാലം നൽകുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. സഹോദരങ്ങളെ, സൽപ്രവൃത്തികളാലും നീതിയിലൂടെയായ പുണ്യനടപടികളാലും ദൈവത്തിന് ഇഷ്ടമുള്ള സത്യക്രിസ്ത്യാനികളായിരിക്കാൻ എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. സഹോദരങ്ങളെ, നാമും നമ്മുടെ വാങ്ങിപ്പോയവരും നമ്മുടെ സമൂഹമൊക്കെ കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴയിൽ നിന്നും കഠിനമായ വേദനയിൽ നിന്നും കൈപ്പേറിയ കരച്ചിലിൽ നിന്നും അവസാനമില്ലാത്ത പല്ലകടിയിൽ നിന്നും രക്ഷപ്പെടുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ ഏറ്റെടുത്ത് പോയ ദുഷ്ടന്മാരെ അന്യായക്കാരെ ഗ്രഹിക്കുന്ന അവകാശമായി അനുഭവിച്ചുകൊള്ളുകയെന്ന് ഇടതുഭാഗത്തുള്ളവരോട് പറയുന്ന കൈപ്പേറിയതും മരണകരമായ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാനായി എന്റെ സഹോദരങ്ങളെ എല്ലായ്പ്പോഴും
മരണത്തിനുമായി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിൻ ജ്യേഷ്ഠനായ
സത്യവിശ്വാസത്തിന് നല്ല മാതൃകയായി തീർന്ന പുണ്യവാനെ നിനക്ക് ഭാഗ്യം. ലോകത്തെയും മാതാപിതാക്കളെയും ലൗകിക സ്ഥാനമാനങ്ങളെയും തനിക്കുള്ള സകലത്തെയും പരിത്യജിച്ച് മിശിഹായെ പ്രതി ജീവൻ ബലിയർപ്പിച്ച് ജീവകിരീടം പ്രാപിച്ച പരിശുദ്ധ പിതാവേ നിനക്ക് ഭാഗ്യം. ദൈവമായ കർത്താവേ, പരിശുദ്ധാക്കി സഹോദരരുടെ പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ Amen.
പ്രാർത്ഥിച്ചിടണമേ.
കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസം. ഈ ദേവാലയത്തിൽ നിന്ന് വരുന്നതിനും നിങ്ങളോടൊപ്പം ഈ പെരുന്നാളിനും വിശുദ്ധ കുർബാനയ്ക്കും നേതൃത്വം നൽകുന്നതിനും ദൈവം ഇടയാക്കിയതിൽ ദൈവത്തിന്റെ വലിയ കരുണയെ മഹത്വപ്പെടുത്തുന്നു. ഇതിനായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനും മറ്റെല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്തു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഗീവർഗീസ് ദാദായുടെ പെരുന്നാൾ ആഘോഷപൂർവ്വം ഇവിടെ നടത്തുകയാണ്. എല്ലാ വർഷവും പെരുന്നാൾ നടത്തും, ഓർമ്മ നടത്തും. അത് കോവിഡിന്റെ കാലഘട്ടമായാലും അല്ല എങ്കിലും നടത്തും. എന്നാൽ ആഘോഷപൂർവ്വം നടത്തുന്നത് 2 വർഷമായിട്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. 2 വർഷം മുമ്പ് നമ്മളോടുകൂടി ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. ദൈവം തന്റെ സന്നിധിയിലേക്ക് അനേകരെ ഈ മഹാമാരിയുടെ കാലത്ത് വിളിച്ചു. നമുക്ക് വീണ്ടും ഈ ഭൂമിയിൽ അല്പം കാലം കൂടെ ജീവിക്കാൻ ദൈവം അനുവാദം നൽകിയിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ പ്രത്യേകമായി മഹത്വപ്പെടുത്തും. പരിശുദ്ധനായ ഗീവർഗീസ് ദാദായുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ഇന്നലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധന്റെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കുകയും അവന്റെ ജീവിതത്തിലെ നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏതൊരു പരിശുദ്ധന്റെയും പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഏതൊരു പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നതും അതിൽ സംബന്ധിക്കുന്നതും അവരുടെ അസ്ഥികളിൽ വണങ്ങുന്നതും അവയെ സ്പർശിക്കുന്നതും അനുഗ്രഹപ്രദവും ജീവദായകവുമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. പാശ്ചാത്യ വേദശാസ്ത്രജ്ഞന്മാർ ഒരുപക്ഷെ ഇതിലൊന്നും വിശ്വസിക്കുന്നുണ്ടാവില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചുള്ള വിശ്വാസം, സഹോദരന്മാരെ കുറിച്ചുള്ള വിശ്വാസം അനുദിനം വർദ്ധിച്ചു വരിക മാത്രമേ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ സഭയിൽ ഏതൊക്കെ പിതാക്കന്മാരുടെ പരിശുദ്ധന്മാരുടെ നാമത്തിലാണ് കൂടുതൽ പള്ളികളുള്ളത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ദൈവമാതാവിന്റെ നാമത്തിലായിരിക്കും ഏറ്റവും അധികം ദേവാലയങ്ങളുള്ളത്. അത് കഴിഞ്ഞാൽ പരിശുദ്ധ തോമാശ്ലീഹായും ഗീവർഗീസ് ദാദായും ഒക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഈ കാലത്ത് കേരളത്തിലാണെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയാൽ മിക്കവാറും മുക്കിലും മൂലയിലും ഒക്കെ കൊട്ടും പടക്കവും വെടിയും ആഘോഷവും കാണാം. മറ്റൊന്നുമല്ല, ഗീവർഗീസ് ദാദായുടെ പെരുന്നാൾ ആഘോഷം. വലിയ ബഹുമാനത്തോടുകൂടെ നമ്മൾ ഈ പിതാവിനെ കാണും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ മരിച്ചുപോയവർ ഏലീശാ പ്രവാചകന്റെ ശക്തി കൊണ്ട് അവന്റെ അസ്ഥികളിൽ സ്പർശിച്ചതുപോലെ ജീവൻ ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നു. നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരുന്ന സദൃശവാക്യം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു മലയാള സിനിമാ നടൻ പ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു വലിയ അപകടത്തിൽപ്പെട്ട് ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, വളരെ ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു അവസരത്തിൽ ബോധം തന്നെ നല്ലോണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു പട്ടാളക്കാരൻ കുതിരപ്പുറത്ത് വന്ന് എന്നെ കോരിയെടുക്കുന്നതായി ഞാൻ ദർശനം കണ്ടു. അതുമുതൽ എന്റെ ആ ക്രിട്ടിക്കൽ സ്റ്റേജ് മാറിയിട്ട് ഞാൻ ജീവനിലേക്ക് സ്ഥിരമായി തിരിച്ചു വരുന്നതായ ഒരവസരമുണ്ടായി. അദ്ദേഹം പറയുന്നത് ആ കുതിരപ്പുറത്ത് വന്ന പട്ടാളക്കാരൻ പരിശുദ്ധ ഗീവർഗീസ് ദാദാ ആയിരുന്നു എന്നുള്ളത്. ഇങ്ങനെ അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഗീവർഗീസ് ദാദായെ സംബന്ധിച്ച് സഹദായുടെ പ്രാർത്ഥന മൂലം നടന്നിട്ടുള്ളതായ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഗീവർഗീസ് ദാദായുടെ ചരിത്രത്തിൽ അവന്റെ മരണത്തിന് മുൻപ് സഹദ നടത്തുന്ന ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ദൈവമായ കർത്താവേ, ഞെരുക്കത്തിലോ ഭയത്തിലോ ഇരിക്കുന്ന ഒരുവൻ എന്റെ നാമം ഓർത്താൽ അവനെല്ലാ നന്മയും കൊടുക്കണമേ. ദൈവമേ, ഭയങ്കര ന്യായവിധിയിലായിട്ട് എന്റെ നാമത്തെയും അസ്ഥികളെയും ഓർക്കുന്നവൻ ഭയവും ഞെരുക്കവും കൂടാതെ അതിൽ നിന്ന് രക്ഷപ്പെടണമേ. ദൈവമേ, എന്റെ പോരാട്ട ദിവസത്തിൽ ഓർമ്മയും കുർബാനയും കഴിക്കുന്നവന്റെ ഭവനത്തിൽ യാതൊരു ഉപദ്രവവും ഉണ്ടാകരുതേ. അവരുടെ പാപങ്ങളെ അവരോട് ഓർക്കരുതേ. ഗീവർഗീസ് ദാദാ മരണത്തിന് തൊട്ടു മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമായ കർത്താവ് അവന് യെസ് എന്ന ഉത്തരം നൽകി. നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കും.
അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അനേകം ഗീവർഗീസ് സഹദായുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവരുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ, അവന്റെ ഓർമ്മ കഴിക്കുമ്പോൾ അനേകർക്ക് യാചനകൾ സഫലീകരിച്ചിരിക്കുന്നതായി നമ്മൾ വിശ്വസിക്കുന്നു. ഗീവർഗീസ് സഹദായുടെ ഓർമ്മ ഓരോ ഭവനത്തിലും കഴിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് അതിന് കൂട്ട് കഴിക്കുക എന്ന് പറയും. കൂട്ടെന്ന് പറഞ്ഞാൽ ഇവിടേക്കുള്ള അർത്ഥവും തെക്കൻ പ്രദേശത്തേക്കുള്ള അർത്ഥവും ഞങ്ങളുടെ ഭാഗത്തേക്കുള്ള അർത്ഥവും വ്യത്യസ്തമാണ്. തെക്കോട്ടൊക്കെ കൂട്ടെന്ന് പറഞ്ഞാൽ പെരുന്നാളിനൊക്കെ ചോറ് കൂട്ടുന്നതും വലിയ സന്നാഹത്തോടുകൂടെ നേർച്ച നടത്തുന്നതും ഒക്കെയാണ്. ഞങ്ങളുടെ ഭാഗത്തേക്ക് കൂട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ ഓരോ ഭവനത്തിലും ഗീവർഗീസ് സഹദായുടെ ഓർമ്മ നടത്തുന്നതാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ഓർമ്മ ശ്രാസം നമ്മുടെ വീടുകളിൽ നടത്താറുണ്ട്. ഗീവർഗീസ് സഹദാ ഒരു പൊതുപിതാവാണ്, സഭയുടെ മുഴുവൻ പിതാവാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ ഓരോ ഭവനത്തിലും നടത്തുന്നു. വൈദികർ എന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി അതിന്റെ കർമ്മങ്ങളൊക്കെ നടത്തി പോകുന്ന പതിവാണ്. വിവിധ തലത്തിൽ സഹദായോടുള്ളതായ ഭക്തി നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സഹദായായത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗീവർഗീസ് സഹദാ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചിത്രം എന്താണ്? ഒരു പാൽ വാർന്ന കുതിരയുടെ മുകളിൽ കയറിയിരുന്ന് കുന്തവുമേന്തി പിശാചിന്റെ പ്രതീകമായ മഹാവ്യാളിയെ കുത്തിക്കൊല്ലുന്ന ജയാളിയായ ഗീവർഗീസിന്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഗീവർഗീസ് സഹദാ തന്റെ കർത്താവിനോടുള്ള സമർപ്പണത്തിൽ നിന്ന് അധികം ജയം വരിച്ചു എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിദാരുണമായിട്ടുള്ള ഒരു വശം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കർത്താവിനെ ഏറ്റുപറഞ്ഞതുകൊണ്ട് അതിനെതിരായി നിൽക്കുന്നവരുടെ ഇംഗിതങ്ങളെ മാനിക്കാതിരുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് റോമാ ചക്രവർത്തിയെ മാനിക്കാതിരുന്നതുകൊണ്ട്, ചക്രവർത്തിയുടെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നതുകൊണ്ട് അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം. AD 3-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത്. 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ പീഡയുടെ സമയത്ത് അദ്ദേഹം രക്തസാക്ഷി മരണം പ്രാപിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. റോമാ ചക്രവർത്തിയായി കഴിഞ്ഞാൽ സ്വയം ദൈവമായി കണക്കാക്കുന്നു. പിന്നെ വേറെ ദൈവമൊന്നുമില്ല, ഞാനാണ് ദൈവം. അതുകൊണ്ട് ചക്രവർത്തിയുടെ പ്രതിമ പട്ടണത്തിലെ പല സ്ഥലത്തായി പ്രതിഷ്ഠിക്കും. ഈ പ്രതിമയുടെ മുമ്പിൽ പോയി കുമ്പിടണം, അതിനു മുമ്പിൽ ധൂപം കാട്ടണം, അതിനെ വന്ദിക്കണം. നീയാണ് ദൈവം എന്നെല്ലാവരും പറയണം. അതിന് വിസമ്മതിച്ചയാളാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ. അദ്ദേഹത്തെ പോലെ മറ്റനേകരുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ ചക്രവർത്തിയാണ് ദൈവം എന്ന് ഒരിക്കലും ഞങ്ങളെ പറയുകയില്ല, ഇതിനു മുമ്പിൽ ധൂപം കാട്ടുകയില്ല, ഇതിനു മുമ്പിൽ കുമ്പിടുകയില്ല എന്ന് പറഞ്ഞവരെ തലച്ചേരിച്ച് അല്ലെങ്കിൽ മറ്റനേക രീതിയിൽ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ആ പട്ടാളക്കാരനായിരിക്കുകയാണ് ഒരു പ്രാവശ്യം തന്റെ സ്വന്തം ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരു ബാലികയെ രക്ഷിച്ചതും ആ പട്ടണത്തെ മഹാവ്യാളിയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചതും എന്ന് നമ്മൾ വായിക്കുന്നു. റോമാ ചക്രവർത്തി ആദ്യം പലതരത്തിലും അവനെ യേശുക്രിസ്തുവിനെ തള്ളി പറയിക്കുവാനായിട്ട് ശ്രമിച്ചു. നടന്നില്ല. രാജ്യത്തിന്റെ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞു, വലിയ ധനസമ്പാദ്യങ്ങളെല്ലാം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഗീവർഗീസ് സമ്മതിച്ചില്ല. തല കീഴായിട്ട് ശരീരം മുഴുവനും ഇരുമ്പ് ചീപ്പ് കൊണ്ട് ചീകി പിച്ചിപ്പറിക്കുന്നതായ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് ആലോചിച്ചു നോക്കി. അതിനുശേഷം കത്തികളും മുള്ളുകളും ആണികളും എല്ലാം തലച്ചതായ ഒരു ചക്രത്തിൽ കൂടെ അദ്ദേഹത്തെ കടത്തിവിട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തെ 10 കഷണങ്ങളാക്കി നുറുക്കി കളഞ്ഞു. ഒരു കുഴിയിൽ തള്ളിയിട്ടുണ്ട് പട്ടാളക്കാരെ സ്ഥലമില്ല. എന്നാൽ ദൈവമായ കർത്താവ് അവിടെ നിന്നും അവനെ ഉദ്ധരിച്ചു. അവന്റെ ശരീരത്തെ കൂട്ടിച്ചേർത്ത് അവന് ജീവൻ നൽകി. വീണ്ടും ഗീവർഗീസ് ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്നത് കണ്ടപ്പോൾ ചക്രവർത്തി ഞെട്ടിപ്പോയി. പക്ഷേ എന്നിട്ടും അവന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിക്കുവാൻ ചക്രവർത്തിക്ക് സാധിച്ചില്ല. പിന്നെയും പീഡനങ്ങൾ പലതും സഹിക്കേണ്ടി വരും. അവസാനം കർത്താവായ യേശു ക്രിസ്തു വിചാരിച്ച് കാണുന്നു, ഇവൻ അനുഭവിച്ച പീഡകൾ മതി, അവന്റെ പീഡയെ അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് കാണുന്നു. അപ്പോഴാണ് ചക്രവർത്തി അവന്റെ തല ഛേദിച്ച് തല മുറിച്ച് കളഞ്ഞ്
അവനെ രക്തസാക്ഷി ആക്കും. അവന്റെ പ്രാർത്ഥന ഇന്ന് അനേകർക്ക് കൂട്ടും കോട്ടയും കാവലുമാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. സത്യത്തിനു വേണ്ടി ധനവും സുഖവും അധികാരവും ഉപേക്ഷിച്ചവനാണ് പരിശുദ്ധനായ മാർ ഗീവർഗീസ് സാദാ എന്നുള്ളത് ഓർക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഗീവർഗീസ് സാദായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവന്റെ നാമത്തിൽ ഈ ധനവും സുഖവും അധികാരവും എല്ലാം പിടിച്ചെടുക്കുവാനായിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഓരോ പെരുന്നാളാഘോഷത്തിലും നമ്മുടെ ഹൃദയങ്ങൾ അനുതാപം കൊണ്ട് നിറയണം. പരിശുദ്ധനായ പരമേശ്വരൻ ഇതുപോലെ തന്നെ നമ്മൾ അങ്ങേയറ്റം ആദരവോടെ വീക്ഷിക്കുകയാണ്. പരിശുദ്ധനായ പരമേശ്വരൻ ഊർജ്ജയും യാത്രാവിഗ്രഹത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുന്നതിന് ഇന്ന സ്ഥലത്ത് പോകണമെന്നില്ല, എവിടെ നിന്ന് വേണമെങ്കിലും ആരാധിക്കാം. ഈ പള്ളിയിൽ നിന്നും ആരാധിക്കാം, നമ്മുടെ വീട്ടിൽ നിന്നും ആരാധിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും ആരാധിക്കാം. എന്നാൽ പരമേശ്വരൻ പിന്നെ പറയുകയാണ്, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നടന്ന ആ വഴികളിൽ കൂടെ നടക്കുകയും അവൻ കണ്ടതായ സംഗതികൾ കാണുകയും അവനെ പീഡയേൽപ്പിച്ച ആ സ്ഥലത്ത് ചെന്ന് നിൽക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഞങ്ങളുടെ ഹൃദയം അനുതാപം കൊണ്ട് ഇളകിപ്പോയി. ഞങ്ങൾക്കുണ്ടായ മനസ്സിളക്കം എത്രമാത്രമെന്ന് പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. തിരുവനന്തപുരത്തിനുവേണ്ടി മുസ്ലിമിലേക്ക് പോയതുകൊണ്ട് എന്താ സാധിച്ചത്? എന്താ ലഭിച്ചത്? ധനമോ അധികാരമോ ശക്തിയോ ഒന്നുമല്ല, അനുതാപബോധം. കർത്താവിന്റെ വേലകൾ നടന്ന സ്ഥലത്ത് കൂടെ നടന്നപ്പോൾ അനുതാപബോധമുണ്ടായി. കർത്താവെ, നീ നിന്റെ രക്തം കൊടുത്ത് രക്ഷിച്ചവരായ ഞങ്ങൾ നിന്റെ വഴിവിട്ട് സഞ്ചരിക്കുന്നല്ലോ എന്നുള്ളതായ ബോധ്യമുള്ളിൽ ഉണ്ടായപ്പോൾ അനുതാപത്തോടെ മനസ്സിളകി എന്നാണ് പരിശുദ്ധനായ പെരുന്നാളിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗീവർഗീസ് സാദായുടെ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് അനേകം നന്മകൾ തരുവാൻ വേണ്ടിയിട്ട് കഷ്ടതയും പ്രയാസങ്ങളും സഹിച്ചവനായ ഗീവർഗീസ് സാദാ കർത്താവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുവാനായിട്ടാണ് സഹിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം സാധാ നീ സഹിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അനുതാപബോധമുണ്ടായി യഥാർത്ഥമായിട്ടുള്ള അനുതാപത്തിലേക്കും പാപം വിട്ട് അകലുന്ന അവസ്ഥയിലേക്കും നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കണം. ഒരു പ്രാവശ്യം പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ കർത്താവിനോട് ചോദിക്കുകയുണ്ടായി. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? തോന്നുന്ന സംശയമാണ് അല്ലേ? നമ്മള് ദേവാലയത്തിലൊക്കെ ഇടവകയിലെ ആത്മീയ സംഘടനകളിലൊക്കെ വന്ന് പ്രവർത്തിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് വരും. എന്നാൽ വരാത്ത ചിലരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ഇതിന്റെ പുറകെ പോയിട്ട് എന്ത് കിട്ടാനാണ്, ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടാനാണ്, പെരുന്നാൾ ആഘോഷിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് തന്നെയാണ് പത്രോസ് ശ്ലീഹായെ ചോദിച്ചത്. ഞങ്ങൾ സകലവും ഉപേക്ഷിച്ചു, കുടുംബത്തെ ഉപേക്ഷിച്ചു, ധനം ഉപേക്ഷിച്ചു, സർവ്വം ഉപേക്ഷിച്ചതിന്റെ പിന്നാലെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ അതിന്റെ മറുപടി ഉണ്ട്. എനിക്ക് വേണ്ടി ചാർച്ചക്കാരെയോ ധനത്തെയോ ഉപേക്ഷിച്ചവന് 100 മടങ്ങ് തിരികെ ലഭിക്കും, നിത്യജീവൻ ലഭിക്കും. എന്നാൽ അത് ഈ ലോകത്തിന്റെ ലൗകിക ധനമല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ. 100 മടങ്ങ് തിരികെ കിട്ടും, നിത്യജീവനും ലഭിക്കും. ഇതാണ് കർത്താവിന്റെ വാഗ്ദാനം. ഈ വാഗ്ദാനം കേട്ടിട്ടായിരിക്കണം പരിശുദ്ധനായ മാർ ഗീവർഗീസ് സാദാ സകലവും ഉപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റിയത് എന്ന് നമുക്ക് വിശ്വസിച്ചു. ഒരു മഹാൻ ഒരിക്കൽ പറഞ്ഞു, കർത്താവ് ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തത് 3 കാര്യങ്ങളാണ്. ഒന്നാമത് അവർ പൂർണ്ണമായും ഭയരഹിതരായിരിക്കും. ശിഷ്യന്മാർക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം ശരീരത്തെ കൊല്ലുവാൻ സാധിക്കുന്നവന് ആത്മാവിനെ കൊല്ലുവാൻ സാധിക്കുമോ? ഇല്ല. ആത്മാവിനെ കൊല്ലുവാൻ സാധിക്കാത്തവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രണ്ടാമത് എപ്പോഴും സന്തോഷവാന്മാരായിരിക്കും. ഒന്നിനെ കുറിച്ചും യാതൊരു ആകുല ചിന്തയില്ല. ധാരാളം സമ്പാദിക്കണമെന്ന് വിചാരിക്കുന്നവന് ആകുല ചിന്തയുണ്ട്, അല്ലേ? വലിയ അധികാരങ്ങൾ ലഭിക്കണമെന്ന് ചിന്തിക്കുന്നവന് ആകുല ചിന്തയുണ്ട്. ഈ ലോകത്തിലെ ലൗകികമായിട്ടുള്ള എല്ലാം വാരിക്കൂട്ടണമെന്ന് ചിന്തിക്കുന്നവന് ആകുല ചിന്തയുണ്ട്. എന്നാൽ ഇതൊന്നും ചിന്തിക്കാത്ത ശിഷ്യന്മാർക്ക് എന്തിനാണ് ആകുല ചിന്ത? അതുകൊണ്ട് ആകുല ചിന്ത അവർക്ക് ഉണ്ടാവുകയില്ല. മൂന്നാമത് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും അവരുടെ ജീവിതം. എന്നും പ്രശ്നമായിരിക്കും. ജീവൻ വരെയും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിൽ എപ്പോഴും അകപ്പെട്ടിരിക്കും.
എന്നാൽ ആ പ്രശ്നങ്ങളുടെ നടുവിലും യഥാർത്ഥ മനസ്സിന്റെ സമാധാനം എങ്ങനെ ലഭിക്കും എന്നുള്ളത് ശിഷ്യന്മാരെ അവരുടെ ജീവിതത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ മാത്രമല്ല, സഹോദരന്മാരെല്ലാം പഠിപ്പിക്കുകയാണ്. സിംഹത്തിന്റെ മുമ്പിലേക്ക് ഇഴഞ്ഞിട്ട് കൊടുക്കപ്പെട്ടപ്പോഴും ഇരുമ്പ് ചീപ്പ് കൊണ്ട് ദേഹം മുഴുവനും ചീകി മാംസം പിച്ചി പറിച്ചപ്പോഴും അവരാരും അലമുറയിട്ട് കരഞ്ഞില്ല. സമാധാനത്തോടെ അതിനെ അഭിമുഖീകരിച്ചു. കാരണം സമാധാനത്തോടെ ദൈവത്തിലുള്ള സമർപ്പണത്തിലൂടെ നമുക്ക് സ്വയമായി അതിനെ മറികടക്കാൻ സാധിച്ചാലേ യഥാർത്ഥ സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാകുകയുള്ളൂ. Christianity is not a religion of ifs and buts. ക്രിസ്തീയ മതം എന്ന് പറയുന്നത് ഇഫ് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഇഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്യാം, ഇഫ് എനിക്ക് ഇന്നതൊക്കെ ഇങ്ങോട്ട് തരുവാണെങ്കിൽ ഞാൻ ഇന്നെല്ലാം ചെയ്യാം, ഇതെല്ലാം ഞാൻ ചെയ്തേനെ, ബട്ട് ഇന്നിപ്പോ എനിക്ക് വേറെ ചില അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കിന്ന് വരാനും പ്രവർത്തിക്കാനും സാധിക്കില്ല. ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവരുടെ മതമല്ല ക്രിസ്തീയ മതം എന്ന് പറയുന്നത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് ഉതകുന്നവനല്ല. ഉഴവും നടക്കില്ല, മറ്റു കാര്യങ്ങളും നടക്കില്ല. അല്ലേ? കലപ്പയ്ക്ക് കൈവച്ച് നേരെ നോക്കിയാൽ ഉഴവെങ്കിലും നടക്കും, ഇല്ലെങ്കിൽ പുറകോട്ട് നോക്കുന്നവന് ഉഴവും നടക്കില്ല, മറ്റൊരു കാര്യങ്ങളും നടക്കില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. വിശുദ്ധ ഗീവർഗീസായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും അവന്റെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ധനം, സുഖം, അധികാരം ഇവയെല്ലാം കൈവിട്ട് ദൈവത്തെ പിൻപറ്റിയവനാണ് പരിശുദ്ധ ഗീവർഗീസായ. നമുക്ക് ദുഃഖവും പ്രയാസവും വരുമ്പോൾ ദൈവത്തോട് ഗീവർഗീസായോട് അപേക്ഷിക്കേണ്ടതാണ്, യാതൊരു സംശയവും. എന്നാൽ നമ്മുടെ ജീവിതം തന്നെ അതിനുവേണ്ടി എന്നുള്ള നിലയിൽ മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. ഈ പെരുന്നാൾ ആഘോഷത്തിലൂടെ നമ്മുടെ മനസ്സിൽ, ഹൃദയങ്ങളിൽ അനുതാപം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നമുക്ക് ഗീവർഗീസായുടെ പ്രാർത്ഥനയാൽ മോചനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിച്ചു. ചാത്തും നീതിയ നിന്റെ ആചാര്യന്മാരും മഹിമയ നിന്നെ വാൽമാരും നിന്റെ അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ സാവീതിൻ മൂലം സാക്ഷി
പുസ്തക പ്രാർത്ഥന പ്രാപിച്ചിട്ടുള്ളവരും ഓർത്തഡോക്സ് യാക്കോബായ സഭാംഗങ്ങളും മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് മുമ്പോട്ട് കടന്നു വരാവൂ. അതായ കാര്യം വളരെ 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 സ്നേഹത്തോടെ നിങ്ങളോട് അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് വരുന്നവർ ഓർത്തഡോക്സ് യാക്കോബ സഭയിലെ വിശ്വാസികൾ മാത്രമേ വരാവൂ. അതും പുസ്തക പ്രാർത്ഥന ഉപസരിച്ചവർ മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് മുമ്പോട്ട് കടന്നു വരാവുന്നതായ കാര്യം ഒരിക്കൽ കൂടി വളരെ വിനീതമായിട്ട് സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വിശുദ്ധ കുർബാന അനുഭവത്തിനുള്ള പ്രാർത്ഥന. പാർക്കുമോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ ഭക്ഷ്യപാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണമോഹം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു നോക്കി നിന്റെ ജീവനുള്ള സയാഗനാവാനിയേതാൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടകളുടെ കാലത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിന്നാൽ യോഗ്യരായി തീരണമേ. ആമേൻ.
Achieve
സ്വസ്തികൾ വലതുകളിലേക്ക് നടത്തുന്നു. എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. തിരുനാമത്തിന്റെ നീ വാതിൽ നടത്തുന്നു. കൂരിട്ട് താഴെയും പോയി നടന്നാലും ഞാൻ തോമയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ. നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കളാണ് എനിക്ക് ഒരു നൽകുന്നു. എന്റെ തലയുടെ ഗുണവിഷയം ചെയ്യുന്നു. എന്റെ വാദം മാത്രം നിറയുന്നു. നന്ദി കരുണയും ഞാൻ തന്റെ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത നിൻപരിയാരൻ കഷ്ടതമായി ചെന്നോ വഴികളെ ഗോകുൽതായും തൻ മാറുതറന്നോരുത്തവരെ നാഗം നീക്കി ചോരയാലും എന്റെ ശേഷം കൃപയാൽ പുണ്യവാനാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമായൊരു രാജ്യത്തിൽ നിന്റെ ശുശ്രൂഷിപ്പാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൃപയുള്ളവനാം കർത്താവേ, കൃപയെന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക വഴിയല്ല, എന്മേൽ കൃപയുണ്ടാകണമേ. ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങൾ ഉദകിടണമേ. നിൻവലമതിൽ നിൽക്കുന്നതിനും ഹല്ലേലൂയ സമേതം ശിഷ്യരായ അമ്മാനുവേൽ എന്തിനുമേലി ഖണ്ഡിച്ചാതാവരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായ രക്തത്തിൽ ആസാരണ്യം ചേർത്തൊരു ഹല്ലേലൂയ സുതനായ സ്തോത്രം. അവർക്ക്
എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കുക. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പഴയതുപോലെ ഈ ദേവാലയത്തിൽ മെയ് മാസം 7-ാം തീയതി ഒരുമിച്ച് കൂടുവാനും ഏകമനസ്സോടെ ഏകഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമായിട്ട് ദൈവം നമുക്ക് നൽകിയതായ അവരെ കരുണയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ദേവാലയത്തിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്യിപ്പിക്കുവാനുമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതായ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും മാത്രമാണ് ഈ പെരുന്നാൾ വീണ്ടും പഴയതുപോലെ ആചരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് വന്നത്. ഈ പെരുന്നാളിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മുടെ അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാം ഭംഗിയാക്കി തീർക്കുവാനായിട്ട് വന്നതും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മോറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോണാണ്ടച്ചനാണ്. മലങ്കര സഭയിലെ സുറിയാനി പണ്ഡിതനും വൈദിക ശ്രേഷ്ഠരുടെയൊക്കെയും ഗുരുനാഥനുമായിരിക്കുന്ന, അതുപോലെ തന്നെ മുൻ വൈദിക ട്രസ്റ്റിയായി മലങ്കര സഭയ്ക്ക് അഭിമാനമായിരുന്ന ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം അതിന്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുകയും സഭയുടെ വക്താവായിട്ടും പിആർഒയായിട്ടൊക്കെയും സേവനമനുഷ്ഠിച്ച് മലങ്കര സഭയ്ക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്നതായ മലങ്കര സഭയുടെ അരിമനാഥനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോണാണ്ടച്ചൻ നേരത്തെ തന്നെ എത്തിച്ചേരുകയും ഇന്നലെയും ഇന്നുമായിട്ട് പരിശുദ്ധ കുർബാനയ്ക്കും പെരുന്നാൾ ശുശ്രൂഷകൾക്കൊക്കെയും നേതൃത്വം കൊടുത്തത് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് കാണുകയാണ്. അഭിവന്ദനായ തിരുമേനി കൊടി ഉയർത്തുവാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഓർമ്മപ്പെടുത്തി, അഭിവന്ദനായ തിരുമേനിമാരാരും നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിലും തിരുമേനിമാർക്ക് സമാനായ ഒരു വൈദികനെയാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഏറ്റവും അനുഗ്രഹമാണ് എന്ന് അഭിവന്യ ലോകമെത്രാപോലീത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിരുന്നു, അഭിമാനമായിരുന്നു. വന്യ അച്ഛനോടുള്ളതായ ഇടവകയുടെ ഹൃദയം നിറഞ്ഞതായ നന്ദിയും സ്നേഹവും ആദരവുകളും കടപ്പാടുകളും ബഹുമാനപ്പെട്ട അച്ഛന്റെ തൃപ്പാദങ്ങൾ ഇടവകയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചതായ വൈദിക ശ്രേഷ്ഠര്, എല്ലാ വൈദിക ശ്രേഷ്ഠനെയും ഒറ്റവാക്കിൽ ഇടവകയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയുമായിട്ട് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചതായ മലങ്കര കത്തോലിക്ക സഭയിലെ വൈദിക ശ്രേഷ്ഠര്, റോമൻ കത്തോലിക്ക സഭയിലെ വൈദിക ശ്രേഷ്ഠര്, മാർത്തോമാ സഭയിലെ വൈദിക ശ്രേഷ്ഠര്, എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് അനുഗ്രഹ
ശാസനകളും അതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹവും വാത്സല്യവും വാരിക്കോരി ചൊല്ലി തരുന്നതായ ഇടവക മെത്രാപ്പൊലീത്തയാണ്. 1-ാം തീയതി രാവിലെ ഇവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുകയും പെരുന്നാളിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും കൊടി ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്തതായ ബ്രഹ്മവാർ ഭദ്രാസനത്തെ മെത്രാപ്പൊലീത്തയും ഇടവക മെത്രാപ്പൊലീത്തയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വന്ദനീയനായ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനിയോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഭക്തി ആദരവുകളും അഭിവന്യ തിരുമേനിയുടെ കൃപാർത്ഥികൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പെരുന്നാൾ നടത്തുവാനായിട്ട് വേണ്ടുന്നതായ പെർമിഷനും കാര്യങ്ങളൊക്കെയും നമുക്ക് തന്നത് ഇവിടെയുള്ളതായ ഗവൺമെന്റ് അതിലെ ഓഫീസേഴ്സുമാണ്. പ്രത്യേകമായിട്ട് നൂറ്റിമാറ്റില കൗക്കരാടി പഞ്ചായത്തിലെ PDOമാർ, അതിലെ പ്രസിഡന്റ്, സെക്രട്ടറി, മെമ്പേഴ്സ്, അവരോടെല്ലാവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുത്തൂർ റൂറൽ സർക്കിൾ ഓഫീസേഴ്സ് നിന്നും ഉമേഷ് പളിക, അതുപോലെ തന്നെ പുത്തൂർ DYSP ഗാപ്പി കുമാരി, ഉപ്പനങ്ങടി പോലീസ് സ്റ്റേഷനിൽ നിന്നും കുമാർ കമ്മളി, ഓമന SI, കടമ്പ സ്റ്റേഷനിൽ നിന്നും ആഞ്ജനേയ റെഡ്ഡി SI, അതുപോലെ തന്നെ ഉപ്പനങ്ങടി സർക്കിൾ ഓഫീസിൽ നിന്നുള്ളതായ പോലീസുകാരും നെല്ലിയാടി ശീരാടി ഇടക്കാടിൽ നിന്നുള്ളതായ പോലീസുകാരും വേണ്ടുന്നതായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തതെന്ന് ഈ പെരുന്നാൾ അതിലെ പ്രദക്ഷിണവും പ്രാസായും ഏറ്റവും മനോഹരമായി തീർക്കുവാനായിട്ട് സാധിച്ചു. അവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബസിന്റെ സൗകര്യങ്ങൾ ചെയ്തു തന്നതായ KSRTC പുത്തൂർ ധർമ്മസ്ഥല ഡിപ്പോയിലെ ഓഫീസേഴ്സ്, അവരോടുള്ളതായ ഇടവകയുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് 2 ആംബുലൻസ് സൗകര്യം ഒരുക്കുന്നതായ പുത്തൂർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ്, കടമ്പ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അധികാരികൾ, ശീരാടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ അധികാരികൾ, അവരോടൊക്കെയുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പദയാത്രയായി പതാവ്, രഞ്ജനാട്, പത്താളം എന്നീ ഇടവകകളിൽ നിന്നും കടന്നു വന്നതായ വിശ്വാസികളുടെ ഇടവക വികാരിമാരോടുള്ളതായ പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ചിരുന്നത് വിജിത് സൗണ്ട് ആണ്. അവരോടുള്ളതായ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പരിശുദ്ധ ഈശ്വരനായുടെ ഫോട്ടോ ഡെക്കറേഷൻ ചെയ്ത് അലങ്കരിച്ചു തന്നത് രാമകൃഷ്ണ ഡെക്കറേഷൻസ് ജനപാടിയാണ്. അവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ സ്റ്റേജ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വേണ്ടുന്നതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് കൃഷ്ണ ഇലക്ട്രിക്കൽസ് അവരുടെ അഭിഷേക് ടീമാണ്. അവരോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഷാമിയാനായിട്ട് ഈ ഗ്രൗണ്ട് നമുക്ക് മനോഹരമാക്കി തീർത്തത് MDS ഷാമിയാൻ പുത്തൂർ, അതുപോലെ തന്നെ ശുക്രിയ ഷാമിയാൻ രണ്ടുപേരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രദക്ഷിണത്തിന് റാസായി വേണ്ടുന്നതായ വാഹനങ്ങൾ നമുക്ക് വിട്ടു നൽകിയത് ലിജി ഇലക്ട്രിക്കൽസ് കടമ, ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് സജി ടീം, ഷിബു PWD കോൺട്രാക്ടർ നെസ്കോ, ഈ 3 പേരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയും നമുക്ക് വൈദ്യുതി അല്പം പോലും വിച്ഛേദിക്കപ്പെടാതെ അത് കാത്ത് പരിപാലിച്ചു വന്നത് നെസ്കോ ഓഫീസേഴ്സും അതുപോലെ തന്നെ ഈ ഏരിയയിലുള്ളതായ ലൈൻമാൻമാരുമാണ്. അവരോടുള്ളതായ ഇടവകയുടെ നന്ദി ഈ തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഉച്ചത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സംഭാവനയായിട്ട് അതിലേക്ക് നൽകിയിരിക്കുന്നത് കരിമാങ്കർ ഈശോ അക്കാണ്ടിയാണ്. 1.5 ലക്ഷം രൂപയോട് നമുക്ക് സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തിനോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആഹാരം ക്രമീകരണങ്ങൾ ചെയ്തത് റസാഖ് ടീം, ജോസ് ടീം,
മാധവൻ ടീം അവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ആഹാര ക്രമീകരണത്തിന് വേണ്ടിയിട്ട് സമീപ ഇടവകളിൽ നിന്ന് വന്ന് സഹകരിച്ചതായ എല്ലാ ഇടവക അംഗങ്ങളെയും പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടിന് സ്വർഗീയ പിതാവ് 30, 60, 100 വേണ്ടിയും പ്രതിഫലം നൽകി ആ ഇടവകകളെയും ആ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ലൈവ് ടെലികാസ്റ്റ് ഇവിടെ ചെയ്തു തരുന്നത് സുധി ന്യൂസ് പുത്തൂരാണ്. സുധി വിടുകടെ അവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ വന്നിരിക്കുന്നതായ മീഡിയ ഫ്രണ്ട്സിനോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് പുറത്ത് LED LCD സ്ക്രീനുകളുടെ ദേവാലയത്തിലെ അകത്ത് നടക്കുന്നതായ പരിശുദ്ധ ആരാധനയും ശുശ്രൂഷകളും കാണുവാനായിട്ട് അത് ഭംഗിയാക്കി തന്നത് പ്രജ്വൽ ടീമാണ് പുത്തൂര്. അവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് പ്രദക്ഷിണം ശ്വാസ പോകുമ്പോൾ നമുക്ക് അവിടെ വെള്ളത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്തത് ശ്രീമാൻ ഉദ്യമി മംഗളൂരു ടീമാണ്. ഏകദേശം 6000 ലിറ്ററോളം വെള്ളം നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്. അവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ വജ്രപാണി അശോക് ടീം അവരും വെള്ളം ഫ്രീ ആയിട്ട് ദേവാലയത്തിൽ നൽകിയിട്ടുണ്ട്. അവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹരീഷ് ഇടപാടി 30ഓളം വാട്ടർ ക്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്. അവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ അബ്രഹാം JP 1000 ലിറ്റർ വെള്ളം നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്. അവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമ്മൾ ചെയ്തിരുന്നത് പോലെ ജോർജിയൻ എക്സലൻസ് അവാർഡ് വിതരണത്തിനുള്ളതായ സമയമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കത് കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഈ വർഷം ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും നമുക്ക് ആ അവാർഡ് കൊടുക്കുവാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വർഷം നമുക്കൊക്കെയും സുപരിചിതനായിരിക്കുന്ന നെല്ലിയാടിയിൽ നിവാസിയുമായിരിക്കുന്ന പരീക്ഷ ആണ്. ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് പേപ്പർ കട്ടിംഗ് പോർട്രേറ്റ് ആർട്ട് നിർമ്മിച്ച് ലോകത്തിലെ എക്സ്ക്ലൂസീവ് വേൾഡ് റെക്കോർഡ് ഹോൾഡറായിരിക്കുന്നതായ പരീക്ഷത്താണ്. നെല്ലിയാടി ദക്ഷിണ ಶ್ರೀಮತಿ ಸಿದ್ದರಾಮಯ್ಯ ಮತ್ತು ಶ್ರೀಧರ ದಂಪತಿಗಳ ಪುತ್ರರಾಗಿರುವಂತಹ ಪರೀಕ್ಷಿತ್ ವರ್ಲ್ಡ್ನ ಫಾಸ್ಟೆಸ್ಟ್ ಪೇಪರ್ ಕಟಿಂಗ್ ಪೋರ್ಟ್ರೇಟ್ ಆರ್ಟ್ ಎಕ್ಸ್ಕ್ಲೂಸಿವ್ ವರ್ಲ್ಡ್ ರೆಕಾರ್ಡ್ ಹೋಲ್ಡರ್ ಆಗಿದ್ದಾರೆ. ಅವರು ಡಿಸೆಂಬರ್ 9ನೇ ತಾರೀಕು 2001ನೇ ಇಸವಿಯಲ್ಲಿ ಈ ಲೋಕದಲ್ಲಿ ಜನ್ಮವನ್ನು ತಾಳುತ್ತಾರೆ. ಪರೀಕ್ಷಿತ್ ಚೆಲ್ಯಾಡಿ ಅವರು ಪೂರ್ವ ಪ್ರೌಢ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ನೆಲ್ಯಾಡಿಯ ಜ್ಞಾನೋದಯ ಬೆತ್ತನಿ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಶಾಲೆಯಲ್ಲಿ ನಿರ್ವಹಿಸಿ PUC ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಮಂಗಳೂರು ಗೋಪಟ್ಕರ್ ಸ್ವರೂಪ ಧ್ಯಾನ ಕೇಂದ್ರದಲ್ಲಿ ಪೂರ್ತೀಕರಿಸಿ ತನ್ನ ಕಲಿಕೆಯೊಂದಿಗೆ ಚಿತ್ರಕಲೆಯನ್ನು ಕರಗತ ಮಾಡಿಕೊಂಡವರು. ಚಿತ್ರಕಲೆಯಲ್ಲಿ ವಿವಿಧ ಪ್ರಕಾರಗಳಿದೆ ಎಂಬುದನ್ನು ಈ ನಾಡಿನ ಜನತೆಗೆ ತೋರಿಸಿಕೊಟ್ಟಂತಹ ಪರೀಕ್ಷೆ ಕ್ರಿಯೇಟಿವ್ ಆರ್ಟ್, ವಿಶ್ವಲ್ ಆರ್ಟ್, ಪೆನ್ಸಿಲ್ ಆರ್ಟ್, ಕ್ರೇನ್ ಆರ್ಟ್, ಫೈರ್ ಆರ್ಟ್, ಪೋರ್ಟ್ರೇಟ್ ಆರ್ಟ್, ಸ್ಪೆಷಲ್ ಆಗಿ ಪೋರ್ಟ್ರೇಟ್ ಆರ್ಟ್ ಪೇಪರ್ ಕಟ್ಟಿಂಗ್ನಲ್ಲಿ, ಸ್ಟೆನ್ಸಿಲ್ ಆರ್ಟ್ ಅಂಡ್ ಫೈರ್ ಆರ್ಟ್ನಲ್ಲಿ ಹೆಚ್ಚಿನ ಸಾಧನೆಯನ್ನು ಅವರು ಮಾಡಿರುತ್ತಾರೆ. ಪ್ರತಿ ವರ್ಷವೂ
ತನ್ನ ಭುಜ ಮೇಲೆ ಏರಿಸಿಕೊಂಡಿದ್ದಾರೆ. ಟ್ಯಾಲೆಂಟ್ ಅವಾರ್ಡ್ 2020 ಎಕ್ಸ್ಕ್ಲೂಸಿವ್ ಟ್ಯಾಲೆಂಟ್ ಅವಾರ್ಡ್ ಅದು ಪರೀಕ್ಷಕರಿಗೆ ಲಭಿಸಿರುತ್ತದೆ. ചിത്രകലയുടെ വിവിധ രൂപങ്ങളായ പല മേഖലകളിലും തന്റെ സാന്നിധ്യം തെളിയിച്ചതായ പരീക്ഷകർ എല്ലാ വർഷവും ലോകത്തിൽ നടക്കുന്നതായ വേൾഡ് എക്സ്ക്ലൂസീവ് റെക്കോർഡ് എന്ന് പറയുന്നതായ ടാലന്റ് അവാർഡിൽ പങ്കെടുത്തുകൊണ്ട് 2019 സെപ്റ്റംബർ മാസം 20-ാം തീയതി ഏറ്റവും ഫാസ്റ്റായിട്ട് പേപ്പർ കട്ടിങ്ങിലൂടെ പടം വരച്ച് ആ അവാർഡ് വാങ്ങിയതായ പരീക്ഷകർ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലും വരച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ മഹാനുള്ളതായ യേശുക്രിസ്തുവിന്റെ ഫോട്ടോയാണ്. മദ്ബഹായുടെ പുറകിലുള്ളതായ ആ ഫോട്ടോയാണ് കേവലം 5 നിമിഷം കൊണ്ട് വരച്ച് ഇപ്പോൾ ദേവാലയത്തിന് അത് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും നിമിഷങ്ങൾക്കകം വരച്ചുകൊണ്ട് വേൾഡ് റെക്കോർഡ് നേടിയതായ പരീക്ഷയ്ക്ക് ആ പരീക്ഷത്തിനാണ് നമ്മൾ ഈ വർഷത്തെ 2022 ജോർജിയൻ എക്സലൻസ് അവാർഡ് കൊടുക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ಕೇವಲ ಒಂದೇ ವರ್ಷದಲ್ಲಿ 5 ಎಕ್ಸ್ಕ್ಲೂಸಿವ್ ವರ್ಲ್ಡ್ ರೆಕಾರ್ಡ್ ಪಡೆದು ಚಿತ್ರಕಲೆಯ ಸರ್ದಾರ ಎನಿಸಿಕೊಂಡಿರುವಂತಹ ಪರೀಕ್ಷಕರು ಉಕ್ಕಿನ ಮನುಷ್ಯ ಎಂದು ಕರೆಯಲ್ಪಡುವಂತಹ ಸರ್ದಾರ್ ವಲ್ಲಭಭಾಯಿ ಪಟೇಲರ ಭಾವಚಿತ್ರವನ್ನು ಪೂರ್ಣವಾಗಿ 1 ಗಂಟೆಯಲ್ಲಿ ಬಿಡಿಸಿ ಲಾರ್ಜೆಸ್ಟ್ ಮೊಸೈಕ್ ಪೋರ್ಟ್ರೇಟ್ ಆರ್ಟ್ನಲ್ಲಿ ಅವರು ತಮ್ಮ ದಾಖಲೆಯನ್ನು ನಿರ್ಮಿಸಿರುತ್ತಾರೆ. ಅದೇ ರೀತಿ ತನ್ನ 2 ಮಿತ್ರರೊಂದಿಗೆ ಸೇರಿಕೊಂಡು 5 ಮಂದಿ ಸ್ವಾತಂತ್ರ್ಯ ಹೋರಾಟಗಾರರ ಭಾವಚಿತ್ರವನ್ನು 2 ಕೈಗಳಿಂದಲೂ ಏಕಕಾಲದಲ್ಲಿ ನಿರ್ಮಿಸಿ ದಿನಾಂಕ 2/6/2020 ಹೊಸ ವಿಶ್ವ ದಾಖಲೆಯನ್ನು ಅವರು ಸ್ಥಾಪಿಸಿದ್ದಾರೆ. ನಮ್ಮ ದೇಶಕ್ಕೆ, ನಮ್ಮ ರಾಜ್ಯಕ್ಕೆ, ನಮ್ಮ ಗ್ರಾಮಕ್ಕೆ ಅಭಿಮಾನವಾಗಿರುವಂತಹ ಶ್ರೀ ಪರೀಕ್ಷಕರವರು, ನಿಮ್ಮ ಮುಂದಿನ ಜೀವನವು ಶುಭಕರವಾಗಿ ಅನೇಕ ವರ್ಲ್ಡ್ ರೆಕಾರ್ಡ್ಗಳನ್ನು ಪಡೆಯುವುದಕ್ಕೆ ನಿಮಗೆ ಸಂತ ಜಾರ್ಜರ ಮಧ್ಯಸ್ಥಿಕೆಯೊಂದಿಗೆ ನಾವು ಪ್ರಾರ್ಥನೆಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇವೆ. ನಿಮ್ಮ ಮುಂದಿನ ಜೀವನವು ಶುಭಕರವಾಗಿ ಮುಂದೆ ಸಾಗಲಿ. ಸಂತ ಜಾರ್ಜರ ಮಧ್ಯಸ್ಥಿಕೆಯೊಂದಿಗೆ ದೇವರು ನಿಮಗೆ ಬೇಕಾದಂತಹ ಎಲ್ಲ ಅನುಗ್ರಹಗಳನ್ನು, ಆಶೀರ್ವಾದಗಳನ್ನು ದೇವರು ದಯಪಾಲಿಸಲಿ ಎಂಬುದಾಗಿ ನಿಮಗೋಸ್ಕರ ದೇವರಲ್ಲಿ ಸಂತ ಜಾರ್ಜರ ಮಧ್ಯಸ್ಥಿಕೆಯಿಂದ ಬೇಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಇವರ ಸಾಧನೆಗಳನ್ನು ಟಿವಿ ಮಾಧ್ಯಮಗಳು, ಪತ್ರಿಕೆಗಳು ಸಂದರ್ಶನ ನಡೆಸಿ ಮಾಧ್ಯಮಗಳಲ್ಲಿ ಈಗಾಗಲೇ ಬಿತ್ತರಿಸಿರುತ್ತಾರೆ. ಹಾಗೆ ಶಾಲಾ ಕಾಲೇಜುಗಳು, ಸಂಘ ಸಂಸ್ಥೆಗಳು ಅವರನ್ನು ಸನ್ಮಾನಿಸಿ ಪ್ರಶಸ್ತಿ ಫಲಕಗಳನ್ನು ನೀಡಿ ಅವರನ್ನು ಆಶೀರ್ವದಿಸಿರುತ್ತಾರೆ. ಮೈಸೂರು ದಸರಾ ವಸ್ತು ಪ್ರದರ್ಶನದಲ್ಲಿ ಚಿತ್ರಕಲೆಯಲ್ಲಿ ಭಾಗವಹಿಸಿ ಚಿತ್ರಗಳನ್ನು ಪ್ರದರ್ಶಿಸಿರುತ್ತಾರೆ. ಈಗಾಗಲೇ ನಾಡಿನ ಸನ್ಮಾನ್ಯರ ಭಾವಚಿತ್ರಗಳನ್ನು ಸಮಾರಂಭದ ಸ್ಥಳದಲ್ಲಿಯೇ ಬಿಡಿಸಿ ಅಭಿನಂದನೆಗಳನ್ನು ಪಡೆದಿರುತ್ತಾರೆ. ಅಲ್ಲದೆ ಅಂತರ್ದೇಶೀಯ ಕಲಾವಿದರೊಂದಿಗೆ ಡೆಲ್ಲಿ, ಹೈದರಾಬಾದ್ ಚಿತ್ರ ಕಲಾವಿದರ ಸಮ್ಮೇಳನದಲ್ಲಿ ಭಾಗವಹಿಸಿ ಪ್ರಶಸ್ತಿಗಳನ್ನು ಪಡೆದಿರುತ್ತಾರೆ. ಚಿತ್ರಕಲೆಯಲ್ಲಿ ಹೊಸ ಹೊಸ ಪ್ರಯೋಗಗಳನ್ನು ಮಾಡಿ ಉತ್ತುಂಗ ಶಿಖರವನ್ನು ಏರಲು
ನಿಮಗೆ ಅನುವು ಮಾಡಿಕೊಳ್ಳಲಿ. ಇವರ ಸಾಧನೆಗೆ ತಮ್ಮೆಲ್ಲರ ಸಹಕಾರ ಆಶೀರ್ವಾದವನ್ನು ಸದಾ ಆಶಿಸುತ್ತಾ ಶ್ರೀ ಪರೀಕ್ಷಿತ್ ಅವರಿಗೆ ನಾವು 2022ನೇ ಜಾರ್ಜಿಯನ್ ಎಕ್ಸಲೆನ್ಸ್ ಅವಾರ್ಡ್ ಅನ್ನು ಈಗ ನಾವು ಅವರಿಗೆ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಪರೀಕ್ಷಿತರವರೇ, ನೀವು ಮುಂದೆ ಬನ್ನಿ, ನಿಮ್ಮನ್ನು ನಾವು ಸನ್ಮಾನಿಸಿ 2022ನೇ ಜಾರ್ಜಿಯನ್ ಎಕ್ಸಲೆನ್ಸ್ ಅವಾರ್ಡ್ ಅನ್ನು ಸಂತ ಜಾರ್ಜರ ನಾಮದಲ್ಲಿ ಇದೀಗ ನಮ್ಮ ಚೀಫ್ ಗೆಸ್ಟ್ ಆಗಿರುವಂತಹ ಮಲಕ್ಕರ ಆರ್ಥೋಡಾಕ್ಸ್ ಸಿರಿಯನ್ ಚರ್ಚಿನ ಪರಮಾಧ್ಯಕ್ಷರ ಪ್ರಿನ್ಸಿಪಲ್ ಸೆಕ್ರೆಟರಿ ಆಗಿರುವಂತಹ ಡಾಕ್ಟರ್ ಜಾರ್ಜ್ ಎಬ್ರಹಾಂ ಕೋನಾಟರ್ ಅವರು ನಿಮ್ಮನ್ನು ಸನ್ಮಾನಿಸಿ ನಿಮಗೆ ಇದೀಗ ಜಾರ್ಜಿಯನ್ ಎಕ್ಸಲೆನ್ಸ್ ಅವಾರ್ಡ್ ಅನ್ನು ನೀಡಲಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಜಾರ್ಜಿಯನ್ ಎಕ್ಸಲೆನ್ಸ್ ಅವಾರ್ಡ್ನ ಮೊಮೆಂಟನ್ನು ಈಗ ಅವರಿಗೆ ನೀಡಿದ್ದಾರೆ. ಅದೇ ರೀತಿ 10,000 ರೂಪಾಯಿ ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಕೂಡ ಅದರೊಂದಿಗೆ ನೀಡ್ತಾ ಇದ್ದೇವೆ. ಪರೀಕ್ಷೆ ನಿಮ್ಮ ಜೀವನವು ಇನ್ನೂ ಹೆಚ್ಚು ಹೆಚ್ಚು ಶೋಧನೆಗಳೊಂದಿಗೆ ಸಾಧನೆಗಳೊಂದಿಗೆ ಇಡೀ ದೇಶಕ್ಕೆ ನಮ್ಮ ರಾಜ್ಯಕ್ಕೆ ಅಭಿಮಾನವಾಗಿ ಇರಲಿ ಎಂಬುದಾಗಿ ಸಂತ ಜಾರ್ಜರ ಹೆಸರಿನಲ್ಲಿ ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸುತ್ತಾ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದೇನೆ. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ, ಅನುಗ್ರಹಿಸಲಿ. ಸಂತ ಜಾರ್ಜರ ಮಧ್ಯಸ್ಥಿಕೆ ಯಾವಾಗಲೂ ಎಂದೆಂದಿಗೂ ನಿಮಗೆ ಕಾವಲು ಕೋಟೆ ಆಗಿರಲಿ. ದೇವರು ಅನುಗ್ರಹಿಸಲಿ. ಪರೀಕ್ಷಿತರವರ ತಂದೆ ತಾಯಿ ಅವರು ಬಂದಿದ್ದಾರೆ, ಅವರು ಕೂಡ ಮುಂದೆ ಬರ್ಬೋದು. ಒಂದು ಫೋಟೋವನ್ನು ತಗೊಳ್ಳಲಿಕ್ಕೋಸ್ಕರ ഇപ്പോൾ കൈമുത്തുവാനുള്ളതായ സമയമാണ്. 2 വരിയായിട്ട് കൈമുത്തുവാനായിട്ട് ഏവരും ശ്രദ്ധിക്കണമേ. അതായത് കാര്യങ്ങളെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ಎರಡು ಲೈನಾಗಿ ನಿಂತುಕೊಂಡು ಶಿಲುಬೆ ಅವರಿಗೆ ಮಾಡಬೇಕಾಗಿ ಭಕ್ತಾದಿಗಳಲ್ಲಿ ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ.
Amen.
അടിമവയ്ക്കാനുള്ള കുട്ടികളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടിമ വയ്ക്കാനുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. ಮಕ್ಕಳನ್ನು ಕಡಿಮೆ ಇಡಲಿಕ್ಕೋಸ್ಕರ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿ ಸಮರ್ಪಿಸೋದಕ್ಕೋಸ್ಕರ ಮಕ್ಕಳನ್ನು ದೇವಾಲಯದ ಒಳಗೆ ಕರೆತರಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶಿಬಿರಗಳನ್ನು ನಡೆಸುವವರು ನಿಮಗೆ ಅದನ್ನು ನಡೆಸುವಂತಹ ಅವಸರ ಹೊರಗಡೆ ಇದೆ. ಅದರಲ್ಲಿ ಹೆಸರುಕೊಂಡವರು ಅದನ್ನು ನಿರ್ವಹಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಇದೇ ಸಮಯದಲ್ಲಿ ಈಗ ಅನ್ನ ಸಂತರ್ಪಣೆ ನಡೆಯುತ್ತಾ ಇದೆ. ಭಕ್ತಾದಿಗಳು ಅನ್ನ ಸಂತರ್ಪಣೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. അന്നദാനം സമൂഹത്തിലേക്കും ഭക്ഷണ കഴിക്കുവാനായിട്ട് ബാക്കിയുള്ളവർ അന്നദാനമായി ബന്ധുക്കളുമായ ഓർഡറുകളിൽ നിന്ന് ഭക്ഷണവും അന്നദാനത്തിൽ സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. അതുമായി ഇവിടെ അറിയിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ അടിമ വെക്കുവാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടായെങ്കിൽ ഇത്രയും പെട്ടെന്ന് ദേവാലയവുമായിട്ട് കുഞ്ഞുങ്ങളെ അടിമ വെക്കുവാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു.
ಮೊಣಕಾಲು ನಡೆಸುವವರು ಅದನ್ನು ಆದಷ್ಟು ಬೇಗ ಪೂರ್ತಿಗೊಳಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಮೊಣಕಾಲುಗೆ ನಡೆಯುವಂತಹ ಭಕ್ತಾದಿಗಳು ಕಸ ಕಟ್ಟುವವರು ಮೊಣಕಾಲು ಸೇವೆಯನ್ನು ಈಗಾಗಲೇ ಪೂರ್ತಿಗೊಳಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ഇದ್ದೇನೆ. മുതലായ നേർച്ചകളുടെ പെട്ടെന്ന് ആ നേർച്ചകൾ കഴിച്ച് പൂർത്തീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അടിമ ജീവിക്കുവാനായിട്ട് ഉള്ളവര് അടിമേറ്റോ പ്രസ്തുത പ്രശ്നങ്ങൾ യാതൊരു പണ്ഡിതരെ ಅವರು ಕೂಡ ದೇವಾಲಯದಲ್ಲಿ ಬಂದು ಮಕ್ಕಳ ಅಡಿಮೆಯನ್ನು ಇಡಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಅಡಿಮ ಉಳಿಸಿക്കുവാനായിട്ട് ഏതെങ്കിലും മാതാപിതാക്കളോ കുഞ്ഞുങ്ങളോ ഒന്നുകൊണ്ടേയിരിക്കും. ആ അടിമ ഉಳಿಸಿക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നതിനെ കാര്യങ്ങൾ അറിയിക്കുന്നു. അത് ദേവാലയത്തിനകത്ത് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും അന്നദാനത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നും അറിയിക്കുന്നു. കൃത്യം 12 മണിക്ക് മുന്നേ ലേലം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ലേലം കഴിഞ്ഞ ഉടനെ തന്നെ ഭക്തിപരമായിട്ടുള്ളതായ പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ്. ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഈ റാസായിൽ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നതോടെ നമ്മുടെ പെരുന്നാളിന്റെ ശുദ്ധീകരണം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡ് മഹാമാരി മൂലം ഒരു കോവിഡ് പോലും വരുന്നത് ദൈവം തിരക്കിക്കീഴെ നമ്മൾ കാത്തുപരിപാലിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ ഉദയത്തോടെ ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം നൽകിയതായ ഒരു അവസരമാണ് പരിശുദ്ധ ജീവനീയത്തോടായിട്ട് പെരുന്നാളിൽ സംബന്ധിക്കുക എന്നുള്ളത്. ആ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധമായ വാസ്തവം പങ്കെടുത്ത് അത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പെരുന്നാൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും റാസ ആരംഭിക്കുമ്പോൾ ആ റാസയിൽ പങ്കുചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. ഇതിനുള്ളതായ കാര്യങ്ങളെ സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. Thank you.
Terima kasih.
ಒಟ್ಟಿಗೆ ನಾವು ನಡೆಸ್ತಾ ಇದ್ದೇವೆ. ಅವರ ಹೆಸರುಗಳನ್ನು ಈಗ ನಾವು ಹೇಳಲು ಇದ್ದೇವೆ. ಸನ್ನಿ ಬೆಟ್ಟಲ್ಲಿ 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಜೇಮ್ಸ್ 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಟಿವಿ ಚಾಟೋ 5,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಹರೀಶ್ 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಶಾಲಿ ಸತೀಶ್ 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಐವನ್ ಸತೀಶ್ 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ರಿಯನ್ ಸತೀಶ್ 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಸುನಿಲ್ 5,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ನೀಡಿದ್ದಾರೆ. ಪ್ರೀತಿ ಕರಿಯರ್ 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ನೀಡಿದ್ದಾರೆ. ಟಿವಿ ವರ್ಗೀಸ್ 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ನೀಡಿದ್ದಾರೆ. 10,000 ರೂಪಾಯಿ ಡೊನೇಷನ್ ಆಗಿ ನೀಡಿದ್ದಾರೆ. ദിവാളി പള്ളിയുടെ പ്രോത്സാഹിക്കുന്നത് നമുക്ക് അപേക്ഷിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻസ് പള്ളിയാണ്. അത് വർഷങ്ങളെ നമുക്ക് ക്രമീകരിക്കുന്നത് ശ്യാമൾ പ്രാർത്ഥനയാണ്. ശ്യാമൾ ആരംഭിച്ച് അത് അവലോകനമാക്കുന്നത് കോഴി പുത്തൂരാണ്. വെള്ളവിരോധമായ രോഗിയുടെ കുട്ടികളുമായ നദിയും സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് വെച്ചിട്ട് മലയാളത്തിനായ നമുക്ക് സംഭാവനയായി നൽകിയത് കരിമക്കൾ വിശ്വ ഫാമിലിയാണ്. അന്ന് ನನಗೆ ಬೇಕಾದಂತಹ ಅಕ್ಕಿಯನ್ನು ನನಗೆ ಸ್ವಂತ ಮಾಡಿರುವಂಥದ್ದು കരിಮಕ್കൾ ವಿಶ್ವ ಮತ್ತು ಕುಟುಂಬ ಅವರಿಗೆ ನಮ್ಮ ಇಗರ್ಜಿಯ ಧನ್ಯವಾದಗಳನ್ನು നേർച്ച വഴിപാടുകൾ കഴിക്കുവാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ ഉള്ള നേർച്ച നടത്തുവാനായിട്ടുള്ളതായ അവസരമാണ് എന്നുള്ള സമയം അറിയിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടതായ വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ പേരുകൾ ബന്ധപ്പെട്ടതായ ഭക്ഷാധികളും അവിടെ ചെന്ന് അത് പൂർത്തീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമേ എന്ന കാര്യങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ಸೇವೆ ಅದೇ ರೀತಿ ಸರ್ಕಾರದಲ್ಲಿ ನಡೆಯುವಂತಹ ಬಾಕಿಯನ್ನು ಪೂರ್ತೀಕರಿಸಲು ಬಾಕಿಯಿರುವವರು ಅದನ್ನು ಆದಷ್ಟು ಬೇಗ ಪೂರ್ತೀಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಈಗಾಗಲೇ ನಮ್ಮ ಏಲಂ ಆರಂಭಿಸಿದ್ದು ಏಲಮಾಗಿ ಸಮರ್ಥಿಸಲು ಆಗ್ರಹಿಸುವವರು ಏಲಂನ ಪ್ರಮುಖರಿಗೆ ಹೋಗಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ഇದ್ದೇನೆ. പ്രിയരെ ഇപ്പോൾ തന്നെ നമ്മുടെ ലേലം ആരംഭിച്ചിരിക്കുന്നു. ലേലവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ എത്തുന്നതെങ്കിൽ ഉടനെ തന്നെ ലേലക്കാരിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ലേലം വിളിക്കുന്നവരെ ഉടനെ തന്നെ അതിൻ്റെ പൈസ കൊടുത്ത് സാധനങ്ങൾ കൈപ്പറ്റുവാനായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ಲೇಲಂ ಮಾಡುವವರು ಆಗಾಗಲೇ ನಿಮ್ಮ ಹಣವನ್ನು ಕೌಂಟರ್ಗಳಲ್ಲಿ ಕೊಟ್ಟು ನೀವು ಲೇಲಂ ಮಾಡಿದಂತಹ ವಸ್ತುಗಳು ಏನಿದೆಯೋ ಅದನ್ನು ಪಡೆದುಕೊಳ್ಳಬಹುದು.
സ്ലീബ നേർച്ച നടത്തുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ಇತರೆയും പെട്ടെന്ന് ಅದು ಪೂರ್ತಿಗರಿಸುವಾನಾയിട്ട് ശ്രദ്ധിക്കണം. ಶಿಲುಬೆ ಹಾರಕೆಯನ್ನು ನಡೆಸಲು ಯಾರಾದರೂ ಬಾಕಿ ಉಳಿದಿದ್ದಲ್ಲಿ ಅದನ್ನು ಆದಷ್ಟು ಬೇಗ ಪೂರ್ತಿಗರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಈಗಾಗಲೇ ಶಿಲುಬೆ ಹಾರಕೆ ಮುಗಿದ ಕೂಡಲೇ ಉರುಳು ಸೇವೆಯನ್ನು ಪ್ರಾರಂಭಿಸಲಿದ್ದೇವೆ. സ്ലീബ എഴുന്നള്ളത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഉരുൾ നേർച്ച ആരംഭിക്കുന്നതാണ്. അതിന് തയ്യാറായിട്ട് വന്നിട്ടുള്ളവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ സ്ഥലത്ത് വന്ന് നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഉരുൾ നേർച്ച ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ മുട്ടിന്മേലുള്ളതായ നേർച്ചകളും ആരംഭിക്കുന്നതാണ്. ഉരുൾ നേർച്ച ಆರಂಭಿಸುವಾನಾയിട്ട് ಹೋಗುകയാണ്. ಉರುಳು ಸೇವೆ ಈಗಾಗಲೇ ಆರಂಭಿಸಲಿದ್ದೇವೆ. ಭಕ್ತಾದಿಗಳು ಉರುಳು ಸೇವೆಗೆ ಹೆಸರು ಕೊಟ್ಟವರು ಅದನ್ನು ಪೂರ್ತೀಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. 600 രൂപ 650 രൂപ 650 രൂപ ಒಂದು ಬಂಗಾರದ ಕಾಲುಗೆಜ್ಜೆ ಕಳೆದು ಸಿಕ್ಕಿದೆ. ಅದರ ಗುರುತನ್ನು ಹೇಳುವವರಿಗೆ ಅದನ್ನು ನೀಡಲಾಗುತ್ತದೆ. ഒരു പാദസരം നമുക്ക് പള്ളിയിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥർ അതുമായിട്ട് ബന്ധപ്പെട്ട അടയാളങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതവർക്ക് കൈമാറുന്നതായിരിക്കും. ನಿಮ್ಮ ಯಾವುದಾದರೂ ವಸ್ತುಗಳು ಕಳೆದು ಹೋದರೆ ಅದನ್ನು ದೇವಾಲಯದಲ್ಲಿ ವಿಚಾರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ഇപ്പോൾ തന്നെ ഉരുൾ നേർച്ച ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഭക്താദികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയും ചെയ്യുന്നു. ഉരുൾ നേർച്ച കഴിക്കുന്നതായ ഭക്താദികള് ലേഡീസ് ഉരുൾ നേർച്ച കഴിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് കുളിക്കുവാനായിട്ടുള്ളതായ ഷവറും കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിന്റെ വലത് സൈഡിലുള്ളതായ കെട്ടിടത്തിൽ അവർക്ക് കുളിക്കുവാനും വസ്ത്രങ്ങൾ മാറുവാനുമായിട്ടുള്ളതായ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലേഡീസ് പുഴയിലോട്ട് പോകാതിരിക്കുവാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ಉರುಳು ಸೇವೆಯನ್ನು ಮಾಡುವಂತಹ ಸ್ತ್ರೀಗಳು ನಿಮಗೆ ಸ್ನಾನ ಮಾಡುವುದಕ್ಕಾಗಿ ಸ್ನಾನಗೃಹದಲ್ಲಿ ಬೇಕಾದಂತಹ ವ್ಯವಸ್ಥೆಯನ್ನು ಈಗಾಗಲೇ ನಾವು ಮಾಡಿರುತ್ತೇವೆ. ಅದನ್ನು ಪ್ರಯೋಜನ ಮಾಡಿಸಿಕೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಉರುಳು ಸೇವೆ ಮಾಡುವಂತಹ ಸ್ತ್ರೀಗಳು ಯಾರು ಕೂಡ ಒಳಬದಿಗೆ ಹೋಗದೆ ಸ್ನಾನಗೃಹದಲ್ಲಿ ಹೋಗಿ ಸ್ನಾನವನ್ನು ಪೂರ್ತೀಕರಿಸಿ ಉರುಳು ಸೇವೆಯನ್ನು ಮಾಡಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. സ്ലീബ എഴുന്നള്ളത്തിനായിട്ട് ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ ಶಿಲುಬೆಯ ಹರಕೆಯನ್ನು ಪೂರ್ತೀಕರಿಸಲು ಯಾರಾದರೂ ಬಾಕಿ ಇದ್ದರೆ ಆದಷ್ಟು ಬೇಗ ಅದನ್ನು ಪೂರ್ತೀಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. സ്ലീബ നേർച്ച കഴിഞ്ഞ ഉടൻ തന്നെ ഉരുൾ നേർച്ച ആരംഭിക്കുന്നതാണ്. ಶಿಲುಬೆಯ ಹರಕೆ ಮುಗಿದ ಕೂಡಲೇ ಉರುಳು ಸೇವೆ ಆರಂಭಿಸಲಿದ್ದೇವೆ. ಅದಕ್ಕೆ ತಯಾರಾಗಿ ಬಂದವರು ತಯಾರಾಗಿ ನಿಲ್ಲಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേലം ഇതാകലെ നಡೀತಾ ಇದೆ. ലേലം വിളിക്കുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ലേലത്തിന്റെ കൗണ്ടറിലോട്ട് ചെല്ലുവാനായിട്ട് ശ്രദ്ധിക്കണം. ಲೇಲಂ ಮಾಡಿ ಕೋಳಿಯನ್ನು ಖರೀದಿಸುವವರಿದ್ದರೆ ಅದನ್ನು ಏಲ ಕೌಂಟರಲ್ಲಿ ಹೋಗಿ ಪಡೆದುಕೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ನೀವು ಏಲ ಮಾಡಿದಂತಹ ವಸ್ತುಗಳನ್ನು ಕೂಡಲೇ ನಿಮ್ಮ ಹಣಗಳನ್ನು ಪಾವತಿಸಿ ಆ വസ്തുക്കളನ್ನು പಡೆದುಕೊಳ್ಳಬೇಕಾಗಿ നിಮ್ಮಲ್ಲಿ കേളിക്കൊള്ളുತ್ತಾ ഇದ್ದೇನೆ. ലേലം വിളിക്കുന്നവർ ഉടനെ തന്നെ അതിന്റെ പൈസകൾ കൊടുക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.
സ്ലീബ എഴുന്നള്ളത്തിന്റെ അവസാനത്തെ റൗണ്ട് ഇപ്പോൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം സ്ലീബ എഴുന്നള്ളത്ത് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് അറിയിക്കുന്നു. ಶಿಲುಬೆ ಹರಕೆಯನ್ನು ಮಾಡುವವರಿಗೆ ಕೊನೆಯ ಅವಸರವಾಗಿದೆ. ಇನ್ನು ಮುಂದೆ ಶಿಲುಬೆ ಹರಕೆ ಇರುವುದಿಲ್ಲ ಎಂಬುದನ್ನು ನಿಮಗೆ ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. ಶಿಲುಬೆ ಹರಕೆಯನ್ನು ಮಾಡುವವರಿಗೆ ಕೊನೆಯ ಅವಸರವಾಗಿದೆ. ಲಾಸ್ಟ್ ರೌಂಡ್ ಈಗ ನಡೀತಾ ಇದೆ. ಅದಾದ ಮೇಲೆ ಶಿಲುಬೆ ಹರಕೆ ದೇವಾಲಯದಲ್ಲಿ ನಡೆಯುವುದಿಲ್ಲ ಎಂಬುದನ್ನು ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. ಯಾರಾದರೂ ಬಾಕಿ ಇದ್ದಲ್ಲಿ ಅದನ್ನು ಆದಷ್ಟು ಬೇಗ പൂർത്തീകരിಸಬೇಕಾಗಿ നിങ്ങളെ കേളിക്കൊള്ളുത്താ ഇದ್ದೇನೆ. സ്ലീബ എഴുന്നള്ളത്ത് കഴിക്കുവാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അവസാനത്തെ റൗണ്ട് ഇപ്പോൾ നടക്കുവാനായിട്ട് പോവുകയാണ്. അതിനുശേഷം സ്ലീബ എഴുന്നള്ളത്ത് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതും ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. മുട്ടിന്മേലുള്ളതായ നേർച്ചകളും ആരംഭിക്കുന്നതാണ്. ഒരു നേർച്ച ആരംഭിക്കുവാനായിട്ട് പോകുകയാണ്. പ്രതീകമാണ് 2300 രൂപ, 2300 രൂപ, 2300 രൂപ, 2400 രൂപ, 2400 രൂപ, 2400 രൂപ. എല്ലാവരും രണ്ടിനപ്രാവുകൾ വിളിച്ചുറപ്പിക്കാൻ പോകുന്നു. 2400 രൂപ, 2500 രൂപ. ഒരു അമ്മ വളരെ സ്നേഹപൂർവ്വം വിളിച്ചാൽ 2500 രൂപ.
2500 രൂപ ഒരുവരും 2500 രൂപ രണ്ടുപേരും നിലയുറപ്പിക്കാൻ അവസരമുണ്ട് കേട്ടോ. നിന്ന് പോയിട്ടില്ല. 2600 രൂപ ഒരുവരും 2600 രൂപ തൂക്കമുള്ള സാധനമാണ്. 2600 രൂപ രണ്ടുപേരും നിലയുറപ്പിക്കാൻ പോകുന്നു. 100 രൂപ 150 രൂപ 150 രൂപ 150 രൂപ ഒരുവരും 150 രൂപ 150 രൂപ രണ്ടുപേരും 150 രൂപ 150 രൂപ ഒരുവർ 150 രൂപ.
യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ಪ್ರಿಯರೇ, ವಿಜಲಂಬಾಡಿ ಹಬ್ಬವೆಂದೇ ಪ್ರಸಿದ್ಧವಾಗಿರುವಂತಹ ನಮ್ಮ ಸೆಂಟ್ ಜಾರ್ಜ್ ಆರ್ಥೋಡಾಕ್ಸ್ ಚರ್ಚಿನ ವಾರ್ಷಿಕ ಹಬ್ಬವು ಪ್ರತಿ ವರ್ಷವೂ ಮೇ 1ನೇ ತಾರೀಕಿನಿಂದ 7ನೇ ತಾರೀಕಿನವರೆಗೆ ಅತಿ ವಿಜೃಂಭಣೆಯಿಂದ ಸಹಸ್ರಾರು ಭಕ್ತಾದಿಗಳ ಸಮ್ಮುಖದಲ್ಲಿ ಅದು ನಡೆಯುತ್ತಾ ಇದೆ. ಈ ಹಬ್ಬಕ್ಕೆ ಬರುವಂತಹ ಭಕ್ತಾದಿಗಳು ಅವರು ಪ್ರತಿಯೊಬ್ಬರು ಒಂದೊಂದು ಹರಕೆ ಕಾಣಿಕೆಗಳೊಂದಿಗೆ ದೇವರಿಗೆ ತಮ್ಮ ಬೇಡಿಕೆಗಳು ಏನಿದೆಯೋ ಅದನ್ನು ಸಂತ ಜಾರ್ಜರ ಮಧ್ಯಸ್ಥಿಕೆಯೊಂದಿಗೆ ದೇವರಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುವಾಗ ಆ ದೇವರು ಅವರ ಇಚ್ಛೆಗಳು ಆಗ್ರಹಗಳು ಏನಿದೆಯೋ ಅದನ್ನು ನೆರವೇರಿಸಿಕೊಡುವುದೇ ಇಲ್ಲಿನ ಮುಖ್ಯ ವಾಡಿಕೆಯಾಗಿದೆ. ಆದುದರಿಂದ ಮಾತ್ರ ಜನರು ವರ್ಷದಿಂದ ವರ್ಷಕ್ಕೆ ಒಂದೊಂದು ರೀತಿಯ ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ದೇವರಿಗೆ ತಮ್ಮ ಬೇಡಿಕೆಗಳನ್ನು ಕಾಣಿಕೆಯ ರೂಪದಲ್ಲಿ, ಹರಕೆಯ ರೂಪದಲ್ಲಿ, ಅದೇ ರೀತಿ ವಿವಿಧ ಥರವಾದಂತಹ ಸೇವೆಗಳ ಮೂಲಕ ಈ ದೇವಾಲಯದಲ್ಲಿ ಸಮರ್ಪಿಸುವುದರಿಂದ ದಿನದಿಂದ ದಿನಕ್ಕೆ ಇಲ್ಲಿ ಬರುವಂತಹ ಭಕ್ತಾದಿಗಳ ಸಂಖ್ಯೆ ಹೆಚ್ಚಾಗ್ತಾ ಇದೆ. ಅದನ್ನು ಇಲ್ಲಿ ಬಂದು ನೇರವಾಗಿ ವೀಕ್ಷಿಸುವಾಗ ಮಾತ್ರ ನಮಗೆ ಅದನ್ನು ನೋಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. ಈಗ ಟಿ ವಿ ಮಾಧ್ಯಮಗಳಲ್ಲಿ ನೋಡುವಾಗ ಆ ಒಂದು ಸ್ಕ್ರೀನ್ ಮಾತ್ರ ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ. ಆದರೆ ಈ ಇಗರ್ಜಿಗೆ ಬರುವಾಗ, ಆ ಹಬ್ಬಕ್ಕೆ ಬರುವಾಗ, ಆ ಹಬ್ಬದಲ್ಲಿ ಏನೆಲ್ಲ ನಡೆಯುತ್ತದೆ, ಎಷ್ಟು ಜನ ಸೇರುತ್ತಾರೆ ಎಂಬುದನ್ನು ನಮ್ಮ ಕಣ್ಣಾರೆಯಿಂದ ನಾವು ನೋಡುವಾಗ ನಮಗೂ ಕೂಡ ಅದು ಅದ್ಭುತವಾಗುತ್ತದೆ. ನಾವು ಕೂಡ ಒಂದು ನಿಮಿಷ ಮನದಲ್ಲಿ ನಮ್ಮ ಆಗ್ರಹ ಏನಿದೆಯೋ, ನಮ್ಮ ಹರಕೆಗಳೇನಿದೆಯೋ ನಾವು ಕೂಡ ಹರಕೆಗಳನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುವಂತಹ ಒಂದು ಸನ್ನಿವೇಶ ನಮ್ಮಿಂದ ತಾನೇ ಆ ದಿಗರ್ಜಿಗೆ ಬರುವಾಗ ಖಂಡಿತವಾಗಿಯೂ ನಮ್ಮಲ್ಲಿ ಹುಟ್ಟುತ್ತದೆ. ಅದರಿಂದ ಈ ದಿಗರ್ಜಿಗೆ ಬರುವಂತಹ ಭಕ್ತ ಜನರು ಯಾರಿರ್ಬೋದು, ಯಾವುದೇ ಜಾತಿ ಇಲ್ಲ, ಮತ ಇಲ್ಲ, ಭೇದವಿಲ್ಲದೆ ಎಲ್ಲರಿಗೂ ಮುಕ್ತವಾದ ಅವಕಾಶವಿದ್ದುಕೊಂಡು ನಾನಾ ಜಾತಿ ಮತ ಭೇದ ಇಲ್ಲದೆ ಎಲ್ಲರೂ ಬಂದು ಈ ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಸಲ್ಲಿಸುವಾಗ ನಮಗೂ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಅನೇಕ ಸಂತೋಷಗಳನ್ನು, ಅವರಿಗೆ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಸಲ್ಲಿಸುವ, ಅವರ ಹರಕೆ ಬೇಡಿಕೆಗಳು ಏನಿದೆಯೋ ಅದನ್ನು ಪೂರ್ತೀಕರಿಸಲಿ ಎಂಬುದಾಗಿ ನಾವು ಕೂಡ ಕಣ್ಣೀರಿನಿಂದ ಅವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುತ್ತಾ ಇದ್ದೇವೆ. ರೆವರೆಂಡ್ ಫಾದರ್ ಪೋಲ್ ಜೇಕಬ್, ವಿಕಾರ್, ಸೆಂಟ್ ಜಾರ್ಜ್ ಆರ್ಥೋಡಾಕ್ಸ್ ಚರ್ಚ್ ಜಿಲಂಬಾಡಿ, ಜಾರ್ಜಿಯನ್ ಪಿಲಿಗ್ರಿಮ್ ಸೆಂಟರ್ ಜಿಲಂಬಾಡಿ. ದೇವರು ಸಂತ ಜಾರ್ಜರ ಮಧ್ಯಸ್ಥಿಕೆ ಪ್ರಾರ್ಥನೆಗಳು ಏನಿದೆಯೋ ಅದು ನಮಗೂ, ನಮ್ಮ ದೇಶಕ್ಕೂ, ಈ ರಾಜ್ಯಕ್ಕೂ, ಆ ಕುಟುಂಬಗಳಿಗೂ, ಹರಕೆ ಸಲ್ಲಿಸುವವರಿಗೂ ಯಾವತ್ತೂ ಕೋಟೆ ಕಾವಲು ಆಗಿರಲಿ ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇನೆ. ದೇವರು ಒಳ್ಳೆಯದು ಮಾಡಲಿ, ಹರಸಲಿ. ಥ್ಯಾಂಕ್ ಯು, ಧನ್ಯವಾದ.
KA21Z 2180 എന്ന വാഹനം സഞ്ചാരത്തിന് അനുകൂലമല്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അത് നീക്കം ചെയ്ത് പ്രത്യേകം സഹകരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ತಮಗಿದು ಗಮನಕ್ಕೆ KA21Z 2180 ಈ ನಂಬರ್ನ ಕಾರ್ ನೋ ಪಾರ್ಕಿಂಗ್ ಏರಿಯಾದಲ್ಲಿ ಪಾರ್ಕಿಂಗ್ ಮಾಡಲಾಗಿದ್ದು ಅದನ್ನು ತೆರವುಗೊಳಿಸಿ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೀವಿ. ഒഴിഞ്ഞു പോവുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. മുട്ടിന്മേലുള്ളതായ നേർച്ചകളും ആരംഭിക്കുന്നതാണ്. ഒരു നേർച്ച ആരംഭിക്കുവാനായിട്ട് പോകുകയാണ്. പ്രതീകമാണ് 2300 രൂപ, 2300 രൂപ, 2300 രൂപ, 2400 രൂപ, 2400 രൂപ, 2400 രൂപ എല്ലാവരും രണ്ടിനപ്രാവുകൾ വിളിച്ചുറപ്പിക്കാൻ പോകുന്നു. 2400 രൂപ, 2500 രൂപ. ഒരു അമ്മ വളരെ സ്നേഹപൂർവ്വം വിളിച്ചാൽ 2500 രൂപ, 2500 രൂപ ഒരുവരും, 2500 രൂപ രണ്ടുപേരും നിലയുറപ്പിക്കാൻ അവസരമുണ്ട് കേട്ടോ, തീർന്നു പോയിട്ടില്ല. 2600 രൂപ ഒരുവരും, 2600 രൂപ തൂക്കമുള്ള സാധനമാണ്. 2600 രൂപ രണ്ടുപേരും നിലയുറപ്പിക്കാൻ പോകുന്നു. 100 രൂപ, 150 രൂപ, 150 രൂപ, 150 രൂപ ഒരുവരും, 150 രൂപ, 150 രൂപ രണ്ടുപേരും, 150 രൂപ, 150 രൂപ ഒരുവർ, 150 രൂപ. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ഞാനുമില്ല. ഞാൻ അവയെ വിഭജിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. മലയാളവും ഭൂമിയാകും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുറച്ചിരിക്കുന്നു. ഭൂമിയാകും ഭൂമിയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ
Oh
ലേലം കഴിഞ്ഞ ഉടനെ തന്നെ ഭക്തപ്രമാണമായ പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ്. എല്ലാ ഭക്താദികളും പ്രദക്ഷിണങ്ങൾ പങ്കുകൊള്ളുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പെരുന്നാളുകൾ സംബന്ധിക്കുമ്പോൾ പ്രാസംഗികളെ സംബന്ധിച്ച് പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ദൈവസന്നിധിയിൽ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഭക്തിന്റെ പ്രവർത്തന മെറവണികയിൽ എല്ലാ ഭക്തജനങ്ങളും ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿರುವಲ್ಲಿ ಹೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ನಾವು ಮಾಡಿದಂತಹ ಸಲ್ಲಿಸಿದಂತಹ ಹರಕೆ ಕಾಣಿಕೆ ಸೇವೆಗಳಿರ್ಬೋದು, ಅದು ಪೂರ್ತೀಕರಿಸಲ್ಪಡುವಂಥದ್ದು ಭಕ್ತಿಗೆ ಪರವಾದಂತಹ ಮೆರವಣಿಗೆಯಲ್ಲಿ ನಾವು ಪಾಲ್ಗೊಂಡು ದೇವರ ಆಶೀರ್ವಾದವನ್ನು ಪಡೆಯುವಾಗ ಮಾತ್ರ ಅದು ಪೂರ್ತೀಕರಿಸಲ್ಪಡುತ್ತದೆ. ಆದ್ದರಿಂದ ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಸಾಧ್ಯವಾದಷ್ಟು ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ವಿನಂತಿಸುತ್ತಾ ಇದ್ದೇನೆ. ഒഴിവുനേർച്ച കഴിക്കുവാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഉരുളു സേവ ಮಾಡುವುದಕ್ಕೆ ಯಾರಾದರೂ ಭಕ್ತಾದಿಗಳು ಬಾಕಿ ಇದ್ದಲ್ಲಿ ಆದಷ್ಟು ಬೇಗ ಅದನ್ನು ಪೂರ್ತೀಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಏನು ನಡೀತಾ ಇದೆ, ಏಲದಲ್ಲಿ ಭಾಗವಹಿಸಲು ಇಚ್ಛಿಸುವವರು ಏಲದ ಕೌಂಟರಲ್ಲಿ ಹೋಗಿ ನಿಮಗೆ ಭಾಗವಹಿಸಲು ಮುಕ್ತವಾದಂತಹ ಅವಕಾಶವನ್ನು ನೀಡಲಾಗಿದೆ. ലേലത്തിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ലേല കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സംബന്ധിക്കാവുന്നതാണ്. നിങ്ങൾ ലേലം വിളിക്കുന്നതായ സാധനങ്ങൾ പൈസ കൊടുത്ത് ഉടനെ തന്നെ കൈപ്പറ്റുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ನೀವು ಲೇಲ ಮಾಡುವಂತಹ ವಸ್ತುಗಳನ್ನು ಕೂಡಲೇ ಹಣವನ್ನು ಪಾವತಿಸಿ ಅದನ್ನು ಪಡೆದುಕೊಳ್ಳಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಜಲಪಾಟಿ ಹಬ್ಬವಂತೆ ಪ್ರಸಿದ್ಧವಾಗಿರುವಂತಹ ಸಂತ ಜಾರ್ಜಿನ ವಾರ್ಷಿಕ ಹಬ್ಬವು ಅದರ ಮುಕ್ತಾಯದ ಹಂತಕ್ಕೆ ತಲುಪುತ್ತಾ ಇದೆ. ಭಕ್ತಾದಿಗಳು ಎಲ್ಲ ಕಾರ್ಯದಲ್ಲೂ ಸಹಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಜಾತಿ ಮತ ಭೇದವಿಲ್ಲದೆ ಅನೇಕ ಜನರು ಮತ್ತು ತಮ್ಮ ಹರಕೆ ಕಾಣಿಕೆ ಸೇವೆಗಳು ಏನಿದೆಯೋ ಅದನ್ನು ದೇವರಲ್ಲಿ ಪೂರ್ತೀಕರಿಸುವಂತಹ ಸಂತೋಷದ ಮನೋಹರವಾದಂತಹ ನಿಮಿಷಗಳನ್ನು ನಮಗೆ ಈ ದೇವಾಲಯದಲ್ಲಿ ದೇವಾಲಯದ ಪರಿಸರದಲ್ಲಿ ನಮಗೆ ನೋಡಲು ವೀಕ್ಷಿಸಲು ಅವಕಾಶಗಳಿದೆ. ಜಾತಿ ಮತ ಭೇದವಿಲ್ಲದೆ ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ತಮ್ಮ ನೆರಚೆಗಳು ಕಾഴ്ചകളും വഴിപാടുകളും കുർബാനകളും ദേവാലയത്തിലും ദേവാലയ കോമ്പൗണ്ടുകളിലും നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നുണ്ട്. എല്ലാ ഭക്താദികളെയും പരിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിൽ ദേവാലയത്തിലേക്ക് ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുകയും സഹതായുടെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ದೇವಾಲಯದಲ್ಲಿ ಬರುವಂತಹ ಎಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೆ ದೇವರ ಅನುಗ್ರಹ ಆಶೀರ್ವಾದಕ್ಕಾಗಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತಾ ಇದ್ದೇವೆ. ಜಾತಿ ಮತ ಭೇದ ಒಂದವಿಲ್ಲದೆ ಎಲ್ಲ ಭಕ್ತಾದಿಗಳನ್ನು ಈ ದೇವರಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುವಾಗ ಸಂತಜನರ ಮಧ್ಯಸ್ಥಿಕೆ ಪ್ರಾರ್ಥನೆ ಏನಿದೆಯೋ ಅದು ನಮ್ಮ ಕುಟುಂಬಗಳಿಗೂ ನಮ್ಮ ದೇಶಕ್ಕೂ ಯಾವಾಗಲೂ ಶಾಶ್ವತವಾದಂತಹ ಶಾಂತಿ ಸಮಾಧಾನ ನೆಲೆಸುವಂತಾಗಲಿ. ದೇವರ ಆಶೀರ್ವಾದ ಅನುಗ್ರಹ ಸದಾ
ಸುಮಾರು 70 ವರ್ಷದಿಂದ ನಮ್ಮ ಈ ಇಚಲಂಪಾಡಿ ಸಂಜೋರ್ ಚರ್ಚಿನ ವಾರ್ಷಿಕ ಹಬ್ಬ ನಡೀತಾ ಇದೆ. ಇಲ್ಲಿ ಮೇನ್ ಆಗಿ ನಾವು ಇವಾಗ 1 ತಾರೀಕಿಂದ 7ನೇ ತಾರೀಕು ತನಕ ಹಬ್ಬ ಮಾಡ್ತೀವಿ. ಆದರೆ ಮೇನ್ ಆಗಿ ಇಲ್ಲಿ ನಮ್ಮ ನೋಡ್ಬೋದು, ಇದು ಊಟ ಕೌಂಟ್ರು. ಇಲ್ಲಿ 6ನೇ ತಾರೀಕು ಸಾಯಂಕಾಲ ಸುಮಾರು 4,500 ಜನರದ್ದು ನಾವು ಅನ್ನ ಸಮರ್ಪಣೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ 7ನೇ ತಾರೀಕಿಗೆ ಒಂದು 15,000 ಜನಗೆ ನಾವು ಅನ್ನ ಸಮರ್ಪಣೆ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಅದೇ ಇಲ್ಲಿ ಮೇನ್ ಆಗಿ ಒಂದು ವಿಷಯ ಅಂದರೆ, ಇಲ್ಲಿ ಜಾತಿ ಧರ್ಮ ಭೇದ ಇಲ್ಲದೆ ಎಲ್ಲರೂ ಬಂದು ಅದು ಬಡಿಸಿಕೊಡೋದಕ್ಕೂ ಅದು ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಣೆ ಮಾಡೋಕ್ಕೂ ಎಲ್ಲರೂ ಸಹಕಾರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಥ್ಯಾಂಕ್ ಯು. ನನ್ನ ಹೆಸರು ಉನ್ನಿಟ್ಟ. ಹೆಸರು ಗಿರಿಸಾಲ್ಯಾನ್ ಬಿ ಅಂತ. ನಾನು ಇಚ್ಲಂಪಾಡಿ ಗ್ರಾಮದ ಇಲ್ಲೇ ಇರುವವನು. ಇಲ್ಲಿ ನಮ್ಮ ಈ ಚರ್ಚ್ ಬಹಳ ಪ್ರಖ್ಯಾತವಾದಂತಹ ಚರ್ಚ್. ಇಲ್ಲಿ ಸರ್ವಧರ್ಮೀಯರು ಯಾವುದೇ ಕಾಲಕ್ಕೂ ಬಂದು ಇಲ್ಲಿ ಬೇಡಿಕೊಂಡ್ರೆ ಅವರ ಎಲ್ಲ ಕಷ್ಟ ನಷ್ಟಗಳು ಪರಿಹಾರವಾಗಿ ಅವರು ಸುಖ ಸಂತೋಷದ ಜೀವನವನ್ನು ನಡೆಸ್ತಾ ಇದ್ದಾರೆ. ಈ ಚರ್ಚಿಗೆ ಹಲವಾರು ವರ್ಷಗಳ ಇತಿಹಾಸವಿದೆ. ಇಲ್ಲಿ ವರ್ಷದಿಂದ ವರ್ಷಕ್ಕೆ ಭಕ್ತಾದಿಗಳು ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಬರ್ತಾರೆ. ನಿನ್ನೆಯಿಂದ ಸ್ಟಾರ್ಟ್ ಆದಂತಹ ಈ ಜಾತ್ರೋತ್ಸವ, ಇದಕ್ಕೆ ಬಂದಂತಹ ಎಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೆ ನಿರಂತರವಾಗಿ ಅನ್ನದಾಸೋಹ, ಎಲ್ಲ ರೀತಿಯ ಸೌಕರ್ಯವನ್ನು ಇಲ್ಲಿಯ ಚರ್ಚಿನ ವತಿಯಿಂದ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಆದ್ದರಿಂದ ಈ ಪ್ರಖ್ಯಾತವಾದಂತಹ ಈ ಚರ್ಚ್ ಇನ್ನೂ ವಿಶ್ವವಿಖ್ಯಾತವಾಗಲಿ ಅಂತ ನಮ್ಮೆಲ್ಲರ ಹಾರೈಕೆ. ಇಲ್ಲಿ ಪ್ರತಿ ವರ್ಷ ಸ್ವಯಂ ಸೇವಕರಾಗಿ ಕೆಲಸ ಕಾರ್ಯವನ್ನು ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಇಲ್ಲಿ ಎಲ್ಲರೂ ಯಾವುದೇ ಜಾತಿ ಭೇದ ಇಲ್ಲದೆ ಎಲ್ಲರೂ ಎಲ್ಲ ಜಾತಿಯವರು ದುಡಿತಾರೆ ಸ್ವಯಂ ಸೇವಕರಾಗಿ. ಇಲ್ಲಿ ನಾವು ದುಡಿದದಕ್ಕೆ ನಮಗೆ ಶ್ರೀದೇವರು ಒಳ್ಳೆಯ ಆಯುರಾರೋಗ್ಯ
ದೇವಾಲಯದಲ್ಲಿ ಬಂದು ಅವರಿಗೆ ಕಾಣಿಕೆಗಳನ್ನು ಸಲ್ಲಿಸಿ ಪವಿತ್ರವಾದಂತಹ ಪೂಜೆಯಲ್ಲಿ ಪಾಲ್ಗೊಂಡಿದ್ದೇವೆ. ಇನ್ನು ಪವಿತ್ರವಾದಂತಹ ಮೆರವಣಿಗೆಯಲ್ಲಿ ನಾವು ಪಾಲ್ಗೊಂಡು ಅದನ್ನು ಪೂರ್ತೀಕರಿಸುವಾಗ ಮಾತ್ರ ನಾವು ಏನು ಪ್ರಾರ್ಥನೆಗಳನ್ನು ಯಾಚನೆಗಳನ್ನು ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ದೇವರಲ್ಲಿ ಸಲ್ಲಿಸಿದೆಯೋ ಅದು ಪೂರ್ತೀಕರಿಸಲ್ಪಡುತ್ತದೆ. ಆದ್ದರಿಂದ ಭಕ್ತಜನರೆಲ್ಲರೂ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ವಿನಂತಿ ಮಾಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ನಮ್ಮ ಈ ಹಬ್ಬ ನಡೆಸುವುದಕ್ಕೋಸ್ಕರ ನಮಗೆ ಪರ್ಮಿಷನ್ ಅನುವು ಮಾಡಿಕೊಟ್ಟಂತಹ ನಮ್ಮ ಮುಂಜಾನೆ ಜಿಲ್ಲಾ ಪಂಚಾಯತ್, ಕೊಕ್ಕರಾಡಿ ಪಂಚಾಯತ್, ಆ ಗ್ರಾಮದ ಅಧ್ಯಕ್ಷರುಗಳು, ಸೆಕ್ರೆಟರಿ, PDO ಸದಸ್ಯರುಗಳು ಎಲ್ಲರಿಗೂ ಇರುವಂತಹ ಕೃತಜ್ಞತೆಯನ್ನು ಧನ್ಯವಾದಗಳನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಅನುವು ಮಾಡಿಕೊಟ್ಟಂತಹ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್, ಪುತ್ತೂರು ರೂರಲ್ ಸರ್ಕಲ್ ಆಫೀಸ್ ಉಮೇಶ್ ಗಳಿಗೆ, ಅದೇ ರೀತಿ ಪುತ್ತೂರು DSP ಗಾರ್ಬಿ ಕುಮಾರಿ, ಉಪ್ಪಿನಗಡಿ SI ಕುಮಾರ ಕಾಂಬಳೆ, ಒಮ್ಮನ SI, ಅದೇ ರೀತಿ ಕಡಮ ಪೊಲೀಸ್ ಠಾಣೆಯ SI ಆಂಜನೇಯ ರೆಡ್ಡಿ ಮತ್ತು ಸಿಬ್ಬಂದಿ ವರ್ಗಗಳು, ಕಲ್ಯಾಣಿ ಶಿರಾಡಿ ಠಾಣೆಯ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳು ಎಲ್ಲರಿಗೂ ಇರುವಂತಹ ಕೃತಜ್ಞತೆಗಳನ್ನು ಧನ್ಯವಾದಗಳನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ವಾಹನ ಸೌಕರ್ಯಗಳನ್ನು ಬೇಕಾದಂತಹ ವಾಹನಗಳನ್ನು ನಮಗೆ ಅನುವು ಮಾಡಿಕೊಟ್ಟಂತಹ KSRTC ಮತ್ತು ಧರ್ಮಸ್ಥಳ ಡಿಪೋದ ಅಧಿಕಾರಿಗಳಿಗೂ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಆಂಬ್ಯುಲೆನ್ಸ್ ಸೇವೆಯನ್ನು ಒದಗಿಸಿಕೊಟ್ಟಂತಹ ಪುತ್ತೂರಿನ ಆರೋಗ್ಯ ಅಧಿಕಾರಿ, ಕಡಬ ಸಮುದಾಯ ಆಸ್ಪತ್ರೆಯ ಅಧಿಕಾರಿಗಳು, ಶಿರಾಡಿ ಸಮುದಾಯ ಆಸ್ಪತ್ರೆಯ ಅಧಿಕಾರಿಗಳು ಎಲ್ಲರಿಗೂ ಇರುವಂತಹ ಕೃತಜ್ಞತೆಗಳನ್ನು ಧನ್ಯವಾದಗಳನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಯಾತ್ರೆಯಾಗಿ ಬಂದಂತಹ ಪದ ಚರ್ಚಿನ ವಿಕಾರ ಹಾಗೂ ಭಕ್ತಜನರು, ರಂಜಿನಾಡಿ ಸಂತ ಥಾಮಸ್ ಚರ್ಚಿನ ವಿಕಾರ ಭಕ್ತಜನಗಳು, ಅದೇ ರೀತಿ ಮಂದಾಳ ಸೆಂಟ್ ಮೇರೀಸ್ ಚರ್ಚಿನ ವಿಕಾರ ಹಾಗೂ ಭಕ್ತಜನರು ಎಲ್ಲರಿಗೂ ಇರುವಂತಹ ಕೃತಜ್ಞತೆಗಳನ್ನು ಧನ್ಯವಾದಗಳನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮಗೆ ಲೈಟ್ ಮತ್ತು ಸೌಂಡ್ ಸೇವೆಯನ್ನು ಒದಗಿಸಿಕೊಟ್ಟಂತಹ ವಿಜಿತ್ ಸೌಂಡ್ಸ್ ಮಂದಾಳ ಅವರಿಗೂ ಕೃತಜ್ಞತೆಗಳನ್ನು ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ನಮಗೆ ಫೋಟೋ ಡೆಕೋರೇಷನ್ ಮಾಡಿಕೊಂಡಂತಹ
ಮೆರವಣಿಗೆ ಹೋಗುವಾಗ ನಮಗೆ ನೀರಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿರುವಂಥದ್ದು ಉದ್ಯಮಿ ರಸೀದಿಗೆ 6,000 ಲೀಟರ್ ನೀರನ್ನು ನಮಗೆ ಕೊಡುಗೆಯಾಗಿ ನೀಡಿದ್ದಾರೆ. ಅವರಿಗೆ ಇರುವಂತಹ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ವಜ್ರಪಾಣಿ ಅಶೋಕ್ ರೈ ಅವರು ಕೂಡ ನಮಗೆ ಬೇಕಾದಂತಹ ನೀರಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿರುತ್ತಾರೆ. ಹರೀಶ್ ಶಿರಪಾಡಿ ಅವರು ಕೂಡ ನೀರಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿರುತ್ತಾರೆ. ಅಬ್ರಹಾಂ ಕೆಪಿ 1000 ಕೋಟಿ ನೀರನ್ನು ನಮಗೆ ದಾನವಾಗಿ ಕೊಟ್ಟಿರುತ್ತಾರೆ. ಅವರಿಗೆ ಇರುವಂತಹ ಪ್ರತ್ಯೇಕವಾದಂತಹ ಧನ್ಯವಾದಗಳನ್ನು ಈ ಸಮಯದಲ್ಲಿ ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ನಮಗೆ ವ್ಯಾಕ್ಸಿನ್ ಸೇವೆಯನ್ನು ಒದಗಿಸಿಕೊಟ್ಟಂತಹ ಬ್ರಹ್ಮವಾರ ಗಂಡಿ ಬಾಗಿಲು ಆ ಕಡೆ ಇರುವಂತಹ ವ್ಯಾಕ್ಸಿನ್ ಟೀಮ್ ಅವರಿಗೂ ಪ್ರತ್ಯೇಕವಾದಂತಹ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಚಂಡಮೇಳವನ್ನು ಒದಗಿಸಿಕೊಂಡಂತಹ ಕಣ್ಣೂರು ಇರಟಿಯ ಅನಿಲ್ ಕುಮಾರ್ ಟೀಮ್ ಅವರಿಗೂ ಪ್ರತ್ಯೇಕವಾದಂತಹ ಧನ್ಯವಾದಗಳನ್ನು ಈ ಸಮಯದಲ್ಲಿ ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಚಂಡಮೇಳ നമുക്ക് ഒരുക്കുന്നത് കണ്ണൂർ ഇരട്ടിയിൽ നിന്നുള്ളതായ അനിൽ ടീമാണ്. അവരുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് അല്പമായോ അധികമായോ സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ എല്ലാവരോടുള്ളതായ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഒരിക്കലൂടെ അറിയിക്കുകയും ചെയ്യുന്നു. KA05MY0910 ಗಾಡಿ ಅದನ್ನು ತಿರುಗಲು ಸಭೆಯಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. KA005MY0910 ಗಾಡಿ ಅದನ್ನು ಆದಷ್ಟು ಬೇಗ ತೆರವುಗೊಳಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಇನ್ನು ಪೂರ್ಣ ಸೇವೆಗಾಗಿ ಯಾರಾದರೂ ಬಾಕಿ ಇದ್ದರೆ ಮೆರವಣಿಗೆಯ ಮೊದಲು ಅದನ್ನು ಪೂರ್ಣೀಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಯಾವುದೇ ಹರಕೆಯ ಕಾಣಿಕೆಗಳು ಬಾಕಿ ಉಳಿದಿದ್ದಲ್ಲಿ ಮೆರವಣಿಗೆಯ ಮೊದಲು ಅದನ್ನು ಪೂರ್ಣೀಕರಿಸಬೇಕಾಗಿ ಭಕ್ತರಲ್ಲಿ ನಮ್ರವಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. എന്തെങ്കിലും നേർച്ചകളോ കാഴ്ചകളോ വഴിപാടുകളോ പഠിക്കുവാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ പ്രാസാദിക്ക് മുമ്പായിട്ട് അത് പൂർത്തീകരിക്കുവാനായിട്ട് എല്ലാവരും സഹകരിക്കണമേ എന്നുള്ള കാര്യം ഒരിക്കലോട് അറിയിച്ചു കൊള്ളുന്നു. ಗಾಡಿ ಸಂಖ್ಯೆ KA05MY0910 ಆದಷ್ಟು ಬೇಗ ತೆರವುಗೊಳಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಬ್ರಿಸಾವಣಿ KA05MY0910 എത്രയും പെട്ടെന്ന് അത് എടുത്ത് മാറ്റുവാനായിട്ട് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. പാസഞ്ചേഴ്സിന്റെ മുമ്പിലിട്ടിരിക്കുന്നതായ വാഹനം KA05MY0910 എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റുവാനായിട്ട് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വാഹന സംഖ്യ KA18MH300 അത് എത്രയും പെട്ടെന്ന് എടുത്ത് അത് മാറ്റുവാനായിട്ട് അതിന്റെ ഉടമസ്ഥർ ശ്രമിക്കണമെന്ന കാര്യം അറിയിക്കുന്നു. വാഹന സംഖ്യ KA18MH300 ಅದನ್ನು ಆದಷ್ಟು ಬೇಗ ತಿರುಗಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. ಒಂದು ಲೇಡೀಸ್ ಬಸ್ ನಡೆದು ಸಿಕ್ಕಿರುತ್ತದೆ. ಅದರ ಅವಕಾಶ ಯಾರಾದರೂ ಬಂದರೆ ಅದನ್ನು ನೀಡಲಾಗುತ್ತದೆ. നമ്മുടെ ലേലം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ലേലം കഴിഞ്ഞ ഉടനെ തന്നെ റാസ ആരംഭിക്കുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും റാസയിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം.
നമ്മൾ ദേവാലയത്തിൽ വന്നു പരിശുദ്ധമായ ബലിയിൽ സംബന്ധിച്ചു, നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളൊക്കെയും സമർപ്പിച്ചു. എന്നാൽ അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഭക്തി നിർഭരമായ വാസയിൽ സംബന്ധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കഴിച്ചതായ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഭക്താദികളെല്ലാവരും തന്നെ വാസയിൽ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ಕರ್ತನಲ್ಲಿ ಪ್ರಿಯರೇ, ಎಲ್ಲ ಮುಗಿದ ಕೂಡಲೇ ನಮ್ಮ ಮೆರವಣಿಗೆಯು ಆರಂಭಿಸುತ್ತದೆ. ಬೆಳಗಿನ ನಾವೊಂದು ಪವಿತ್ರವಾದಂತಹ ಬಲಿಪೂಜೆಯಲ್ಲಿ ಸಂಬಂಧಿಸಿ ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ನಾವು ಸಮರ್ಪಿಸಿರುತ್ತೇವೆ. ಆದರೆ ಅದರ ಪೂರ್ತೀಕರಣ ಎಂಬುದು ಪವಿತ್ರವಾದಂತಹ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಂಡು ದೇವಾಲಯದಲ್ಲಿ ಒಂದು ಆಶೀರ್ವಾದವನ್ನು ಪಡೆಯುವಾಗ ಮಾತ್ರ ನಾವು ಮಾಡಿದಂತಹ ಹರಕೆ ಕಾಣಿಕೆಗಳು ಬಲಿಪೂಜೆಗಳು ಏನಿದೆಯೋ ಅದು ಪೂರ್ತೀಕರಿಸಲ್ಪಡುತ್ತದೆ. ಆದ್ದರಿಂದ ಎಲ್ಲ ಭಕ್ತಜನರು ಪವಿತ್ರವಾದಂತಹ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ಬೇಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಯಾವುದಾದರೂ ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ಸಮರ್ಪಿಸುವುದಕ್ಕೆ ಬಾಕಿ ಇದ್ದಲ್ಲಿ ಅದನ್ನು ಮೆರವಣಿಗೆಯ ಮೊದಲು ಸಮರ್ಪಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. എന്തെങ്കിലും നേർച്ചകളോ വഴിപാടുകളോ കഴിക്കുവാനായിട്ട് ബാക്കിയുള്ളവർ പ്രാസ്താവിക മുമ്പായിട്ട് തീർക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പ്രാസ്താവിക ശേഷം വഴിപാടുകളോ നേർച്ചകളോ ഒന്നും തന്നെ നടക്കുകയില്ല എന്നത് സ്നേഹത്തോടെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധമായ ആരാധനയിൽ നമ്മൾ സംബന്ധിച്ചതായ എല്ലാ വൈദിക സൃഷ്ടികളുള്ളതായ ദേവതയുടെ നന്ദിയും സ്നേഹവും ഈ കർമ്മത്തിൽ ദൈവത്തോട് അറിയിച്ചു കൊള്ളുന്നു.
ಕರ್ತನಲ್ಲಿ ಪ್ರಿಯರೇ, ಭಕ್ತಿಪೂರ್ವಕವಾದಂತಹ ಮೆರವಣಿಗೆಯು ಇದೀಗಲೇ ಆರಂಭಗೊಳ್ಳಲಿದೆ. ಎಲ್ಲ ಭಕ್ತಜನರು ಪವಿತ್ರವಾದಂತಹ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, രാവിലെ മുതൽ നാം ഈ ദേവാലയ പരിസരത്തായിരുന്നുകൊണ്ട് പരിശുദ്ധമായ ആരാധനയിൽ സംബന്ധിക്കുകയും നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ദൈവസഭയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഭക്തിപരമായിട്ടുള്ളതായ അവസ്ഥയാണ്, പ്രദക്ഷിണമാണ്. അതിൽ പങ്കുചേർന്ന് അത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഭക്താദികളും ആ നേർച്ചകളും കാഴ്ചകളും സമർപ്പിച്ചതുപോലെ തന്നെ ഭക്തിപരമായിട്ടുള്ളതായ ഈ റാസയിലും സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. രണ്ട് ലൈനായിട്ട് നിന്നുകൊണ്ട് ഭക്തിപരമായിട്ടുള്ളതായ ഈ റാസയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നതായ എല്ലാ വിശ്വാസികളും അതിൽ സംബന്ധിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ಕರ್ತನಲ್ಲಿ ಪ್ರಿಯರೇ, ಭಕ್ತಿಪೂರ್ವಕವಾದಂತಹ ನಮ್ಮ ಮೆರವಣಿಗೆಯು ಈಗಲೇ ಆರಂಭಿಸಲಿದ್ದೇವೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಬೆಳಗಿಂದ ನಾವು ಈ ದೇವಾಲಯದಲ್ಲಿ ಆಗಿದ್ದು ಬೆಲೆ ಪೂಜೆಗಳಲ್ಲಿ ಸಂಬಂಧಿಸಿ ನಮ್ಮ ಹರಕೆ ಕಾಣಿಕೆಗಳು ಏನಿದೆಯೋ ಅದನ್ನು ಸಂತಜಾತಿನ ಮಧ್ಯಸ್ಥಿಕೆಯಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥಿಸಿದ್ದೇವೆ. ನಮ್ಮ ಪ್ರಾರ್ಥನೆಗಳು ಯಾಚನೆಗಳು ಏನಿದೆಯೋ ಅದು ಪೂರ್ಣೀಕರಿಸಲ್ಪಡುವುದು ಪವಿತ್ರವಾದಂತಹ ಮೆರವಣಿಗೆಯಲ್ಲಿ ನಾವು ಪಾಲ್ಗೊಂಡು ದೇವಾಲಯದಲ್ಲಿ ಒಂದು ಆಶೀರ್ವಾದವನ್ನು ಪಡೆಯುವಾಗ ಮಾತ್ರವಾಗಿರುತ್ತದೆ. ಆದ್ದರಿಂದ ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಮ್ಮಲ್ಲಿ ಪ್ರೀತಿಪೂರ್ವಕ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ഉടനെ തന്നെ നമ്മുടെ റസ ആരംഭിക്കുന്നതാണ്. എല്ലാ ഭക്താദികളും ഭക്തിപരമായിട്ടുള്ളതായ ഈ റസയിൽ പങ്കുചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദേവാലയത്തിൽ ധൂപ്രാർത്ഥന നടത്തിയതിനു ശേഷം മാത്രമേ റാസ മുമ്പോട്ട് പോകാവൂ. ദേവാലയത്തിൽ ധൂപ്രാർത്ഥന നടത്തിയതിനു ശേഷം മാത്രമേ റാസ മൂവ് ചെയ്യുവാനായിട്ട് പാടുള്ളൂ എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ದೇವಾಲಯದ ಧೂಪ್ರಾರ್ಥನೆಯ ನಂತರ ಮಾತ್ರ ಮೆರವಣಿಗೆಯನ್ನು ಪ್ರಾರಂಭಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ದೇವಾಲಯದಲ್ಲಿ ಧೂಪ ಪ್ರಾರ್ಥನೆ ಆದ ನಂತರ ಮಾತ್ರ ಮೆರವಣಿಗೆಯನ್ನು ಪ್ರಾರಂಭಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ.
ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നതായ എല്ലാ ഭക്താദികളും ഈ റാസയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഗ്രൗണ്ടിൽ എത്തിവന്ന എല്ലാ ഭക്താദികളും ಭಕ್ತಿಪೂರ್ವಕವಾದಂತಹ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮಗೆ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಬೆಳಗಿನಿಂದ ನಾವು ಈ ದೇವಾಲಯದಲ್ಲಿ ನಿಂತುಕೊಂಡು ಹರಕೆ ಕಾಣಿಕೆಗಳನ್ನು ನಾವು ದೇವರಲ್ಲಿ ಸಮರ್ಪಿಸಿದ್ದೇವೆ. ಅದರ ಪೂರ್ಣೀಕರಣ ಎಂಬುದು ಭಕ್ತಿಪೂರ್ವಕವಾದಂತಹ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವಾಗ ಮಾತ್ರ ಅದು ಪೂರ್ಣೀಕರಿಸಲ್ಪಡುತ್ತದೆ. ಆದ್ದರಿಂದ ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಭಕ್ತಿಪೂರ್ವಕವಾಗಿ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ഈ ദേവാലയത്തിൽ നിൽക്കുന്നതായ പരിസരങ്ങളിലുള്ളതായ എല്ലാ ആളുകളും ഭക്തിപരമായിട്ടുള്ളതായ റാസയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം സ്നേഹത്തോട് അറിയിക്കുകയും ചെയ്യുന്നു. നാം കഴിച്ചതായ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് ഭക്തിപരമായിട്ടുള്ളതായ ഈ പ്രദക്ഷിണത്തിൽ റാസയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ്. എല്ലാ ഭക്താദികളും ഇതിൽ പങ്കുചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആരും തന്നെ മാറി നിൽക്കാതെ എല്ലാവരും ഈ റാസയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് പരിശുദ്ധമായ പെരുന്നാളുകളിൽ സംബന്ധിക്കുവാനോ ഇങ്ങനെ ഒരു റാസ പോകുവാനായിട്ടോ സാധിച്ചില്ല. എന്നാൽ ദൈവം തന്നതായ അനുഗ്രഹമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് എല്ലാ ഭക്താദികളും ഈ റാസയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ಕಳೆದ 2 ವರ್ಷದಿಂದ ಭಕ್ತಿಪೂರ್ವಕವಾಗಿ ನಮಗೆ ಈ ಹಬ್ಬದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವುದಕ್ಕೂ ಮೆರವಣಿಗೆಯಲ್ಲಿ ಹೋಗುವುದಕ್ಕೂ ಸಾಧ್ಯವಾಗದಂತಹ ಪರಿಸ್ಥಿತಿಯಲ್ಲಿತ್ತು. ಆದರೆ ದೇವರ ಕರುಣೆಯಿಂದ ಕೃಪೆಯಿಂದ ಇಂದು ಈ ದೇವಾಲಯದಲ್ಲಿ ಆಗಿರುವುದಕ್ಕೂ ಪವಿತ್ರವಾದಂತಹ ಈ ಹಬ್ಬದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವುದಕ್ಕೂ ನಮಗೆ ಸಾಧ್ಯವಾಯಿತು. ಆದರೆ ಅದರ ಪೂರ್ಣೀಕರಣ ಎಂಬುದು ಪವಿತ್ರವಾದಂತಹ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವಾಗ ಮಾತ್ರವಾಗಿರುತ್ತದೆ ಅದರ ಪೂರ್ಣೀಕರಣ. ಆದ್ದರಿಂದ ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಪವಿತ್ರವಾದಂತಹ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಂಡು ಆಶೀರ್ವಾದಕ್ಕಾಗಿ ದೇವಾಲಯದಲ್ಲಿ ಬರಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತೇವೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಈ ಗ್ರೌಂಡಲ್ಲಿ ಇಲ್ಲದೆ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಪುನಃ ವಿನಂತಿಸುತ್ತಾ ಇದ್ದೇವೆ. എല്ലാ കൗണ്ടറുകളും ക്ലോസ് ചെയ്തുകൊണ്ട് ഭക്തിപരമായിട്ടുള്ളതായ ഈ റാസയിൽ സഹകരിക്കുന്നതായ കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ കൗണ്ടറുകളും ക്ലോസ് ಮಾಡಿಕೊಂಡು ಭಕ್ತಿಪೂರ್ವಕವಾದಂತಹ ಈ ಮೆರವಣಿಗೆಯಲ್ಲಿ ಎಲ್ಲ ಜನರು ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ.
സംഗമിച്ചും യഹോവ അകത്രം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായി നരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഭാരമായിരുന്നു എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഈ റാസയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് പരിശുദ്ധമായ പെരുന്നാളുകളിൽ സംബന്ധിക്കുവാനോ ഇങ്ങനെ ഒരു റാസ പോകുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെതായ അനുഗ്രഹമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് എല്ലാ കൗണ്ടറുകളും ക്ലോസ് ചെയ്തുകൊണ്ട് ഭക്തിനിർഭരമായിട്ടുള്ളതായ ഈ റാസയിൽ സഹകരിക്കണമെന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും പൂർണ്ണപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ കൗണ്ടറുകളിലും ക്ലോസ് ಮಾಡಿಕೊಂಡು ഭക്തി എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണാൻ ഞാൻ യഹോവയിലായിട്ട് പാർക്കേണ്ടതിന് തന്നെ.
ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ನೋಟಗಳಲ್ಲಿ ಹೋಗಿ ಹಬ್ಬದ ಪ್ರಸಾದವನ್ನು ಆಶೀರ್ವಾದದ ಅನಂತರ ಸ್ವೀಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഭക്തിപരമായിട്ടുള്ളതായ ദേവാലയത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്താദികളും ഭക്തിയോടുകൂടി ദേവാലയത്തിലേക്ക് പ്രവേശിക്കണം. ആശീർവാദം ഉണ്ടായിരിക്കുന്നതാണ്. ആശീർവാദത്തിന് ശേഷം എല്ലാവർക്കും നേർച്ചവളങ്ങൾ നൽകുന്നതാണ്. നേർച്ച വാങ്ങുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ളതായ കൗണ്ടറുകളിൽ പോയി നിൽക്കുവാനും അത് ഒന്നും തള്ളമില്ലാതെ ഭക്തിയോടുകൂടി വാങ്ങിക്കുവാനുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈകാലത്തെ ഭക്തിപൂർവ്വമാകുന്ന മെരവണികയും ദേവാലയത്തിലെ പ്രവേശിച്ചതിനെ എല്ലാ ഭക്താദികളും ആശീർവാദമായി ദേവാലയങ്ങളിലേക്ക് പ്രവേശിച്ചതിനായി നിങ്ങളെ കൈകൊള്ളുತ್ತಾ ಇದ್ದೇವೆ. ಆಶೀರ್ವಾದದ ಅನಂತರ ಹಬ್ಬದ ಪ್ರಸಾದ ವಿತರಣೆ ನಡೆಯುತ್ತದೆ. ಪ್ರಸಾದ ವಿತರಣೆ ಆದ ಮೇಲೆ ಹಬ್ಬದ ಧ್ವಜ ಇಳಿಸುವಿಕೆ ಕಾರ್ಯಕ್ರಮ ನಡೆಯುತ್ತದೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಈ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಭಕ್ತಿಯಿಂದ ಪ್ರಾರ್ಥನೆಯಿಂದ ಸಮರ್ಪಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಪ್ರೀತಿಯಿಂದ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ഭക്തിപൂർവ്വമായിട്ടുള്ളതായ രാസ പ്രദക്ഷിണ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ ഭക്താദികളും ദേവാലയത്തിൽ ആശീർവാദത്തിനായിട്ട് പ്രവേശിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ആശീർവാദത്തിന് ശേഷം എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ളതായ ക്രോട്ടുകളിൽ നേർച്ച വാങ്ങിക്കുവാനായിട്ടും ഏവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം പെരുന്നാളിന്റെ കൊടിയിറക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ പെരുന്നാളിന് വ്യക്തമായിട്ടോ അധികമായിട്ടോ മനസ്സറിച്ച് പ്രാർത്ഥിച്ചതായ എല്ലാവരോടുള്ളതായ പിതാവയുടെ പ്രത്യേകമായിട്ടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടുകളും ഈ സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരോടും അറിയിക്കുകയും ചെയ്യുന്നു. ഈ ഹബ്ബದಲ್ಲಿ അല്പವಾಗಿയോ അധികವಾಗಿയോ സഹായം ಮಾಡಿದಂತಹ ಪ್ರಾರ್ಥಿಸಿದಂತಹ ಎಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೂ ಇದರ ಕೃತಜ್ಞತೆಯನ್ನು ಧನ್ಯವಾದಗಳನ್ನು ಈ ಸಮಯದಲ್ಲಿ ನಿಮ್ಮಲ್ಲಿ ಅರ್ಪಿಸುತ್ತಾ ಇದ್ದೇವೆ. ഭക്തിപരമായിട്ടുള്ളതായ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുരുഷടികളിൽ നടത്തിയതിനു ശേഷം ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം പ്രവേശിക്കുന്നതാണ്. പുരുഷടികളിൽ നിൽക്കുന്നതായ ആളുകൾ ധൂപ്രവർത്തിക്ക് വേണ്ടതായ സ്ഥലം ഒരുക്കി കൊടുക്കുന്നതായ ഞാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. വർഷത്തെ പരിശുദ്ധനായ പെരുന്നാൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഭക്തിപരമായിട്ടുള്ളതായ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്താദികളും ആശീർവാദത്തിനായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഞാൻ സ്നേഹത്തോടെ അറിയിക്കുന്നത്. ವರ್ಷದ ಜನಪಾಡಿ ಹಬ್ಬವನ್ನು ಪ್ರಸಿದ್ಧವಾಗಿರುವಂತಹ ವಾರ್ಷಿಕ ಹಬ್ಬ ಅದರ ಕೊನೆಯ ಕ್ಷಣಗಳಲ್ಲಿ ಹೋಗ್ತಾ ಇದೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಭಕ್ತಿಪೂರ್ವಕವಾದ ಮೆರವಣಿಗೆಯಲ್ಲಿ ಪಾಲ್ಗೊಂಡು ಇದೀಗ ದೇವಾಲಯಗಳಿಗೆ ಆಶೀರ್ವಾದಕ್ಕಾಗಿ ಪ್ರವೇಶಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ನಮ್ರಪೂರ್ವಕವಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ.
വിശുദ്ധനായ മോർഗി വർഗി സഹദായി ദൈവികമൂലോന്റെ മുദ്രയായ വിശുദ്ധ വർഗി സഹദായി വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും അലയുന്നവർക്ക് അഭയവുമായിരിക്കുന്ന വിശുദ്ധനായ മോഹി വർഗി സഹദായി ശ്രേഷ്ഠനായ മോഹി വർഗി സഹദായി പരിമളധൂപമായ മോഹി വർഗി സഹദായി വിശ്വാസികളുടെ നല്ല നാമമായ മോർഗി വർഗി സഹദായി എല്ലാവരും സാക്ഷികൾക്കും മാതൃകയായി തീർന്ന വിശുദ്ധ വർഗി സഹദായി സാക്ഷിത്വം വഹിച്ച വിശുദ്ധ വർഗി സഹദായി സകല രോഗങ്ങളെയും വേദനകളെയും സുഖപ്പെടുത്തുവാൻ പരിശുദ്ധ റൂഹായ ശക്തി നേടിയ വിശുദ്ധ വർഗി സഹദായി ഞങ്ങൾക്ക്
വിശുദ്ധ ഗീവർഗി സഹദായി പുണ്യപിതാവേ പരിശുദ്ധ ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ലോകമെങ്ങും ആദരണീയനായ വിശുദ്ധ ഗീവർഗി സഹദായി കർത്താവിന്റെ ആത്മീയ തോട്ടത്തിലെ നല്ല വേലക്കാരനായ വിശുദ്ധ ഗീവർഗി സഹദായി അറിയുന്നവരുടെ വിശ്രമമായ ഗീവർഗി സഹദായി അടിമകളുടെയും അഗതികളുടെയും സംരക്ഷകനായ ഗീവർഗി സഹദായി ನಮ್ಮ ಮೆರವಣಿಗೆಯು ಈಗಾಗಲೇ ಶಿಲೆಬೇಡಿಗೆ ಬಂದಿರುತ್ತದೆ. ಇನ್ನು ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಿ ಆಶೀರ್ವಾದ ನಡೆಯಲಿದೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ നമ്രപൂർവ്വമായി വിനന്തിച്ചുകൊള്ളുന്ന നമ്മുടെ പ്രദക്ഷിണം ഇപ്പോൾ വിശുദ്ധിയിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്നും ഏതാനും നിമിഷങ്ങൾക്കകം ദേവാലയത്തിനകത്ത് പ്രവേശിക്കുന്നതാണ്. എല്ലാ ഭക്താദികളും ദേവാലയത്തിൽ പ്രവേശിച്ച് ആശീർവാദത്തിനായിട്ട് ദേവാലയത്തിൽ ആയിരിക്കണം എന്നതായ കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ആശീർവാദത്തിന് ശേഷം എല്ലാവർക്കും നേർച്ചവെള്ളവും അതിനുശേഷം പെരുന്നാളിന്റെ കുടിയേറലും ഉണ്ടായിരിക്കുന്നതാണ്. ಆಶೀರ್ವಾದ ಅನಂತರ ಎಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೂ ಹಬ್ಬದ ಪ್ರಸಾದ ವಿತರಣೆ ನಡೆಯಲಿದೆ. ಅದಾದ ಮೇಲೆ ಹಬ್ಬದ ಧ್ವಜ ಇಳಿಸುವಿಕೆ ನಡೆಯುತ್ತದೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಈ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿಯೂ ಭಕ್ತಿಯಿಂದ ಪಾಲ್ಗೊಳ್ಳಬೇಕು.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ദേവാലയത്തിലേക്ക് നമ്മുടെ പ്രദക്ഷിണം എത്തിച്ചേരുകയും തുടർന്ന് ആശീർവാദവും നേർച്ചവടവും പെരുന്നാളിന്റെ ഇടയിറക്കും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ഇതിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ആശീർവാദത്തിന് ശേഷം നേർച്ച വാങ്ങുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ളതായ കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ കൗണ്ടറുകളിൽ ലൈനായി നിന്ന് നേർച്ച വാങ്ങിക്കുവാനായിട്ട് ഏവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കർത്തരല്ലേ പ്രിയരെ, ആശീർവാദ ಬಳಿಕ ಹಬ್ಬದ ಪ್ರಸಾದ ವಿತರಣೆಯು ಪ್ರತ್ಯೇಕವಾದಂತಹ ಕೌಂಟರ್ಗಳಲ್ಲಿ ನಡೆಯಲಿದೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಭಕ್ತಿಯಿಂದ ಪ್ರಾರ್ಥನೆಯಿಂದ ಅದರಲ್ಲಿ ಪಾಲ್ಗೊಂಡು ಹಬ್ಬದ ಪ್ರಸಾದವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ನಮ್ರಪೂರ್ವಕವಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. പരിമള ധൂപമായി തീർന്ന ഭാഗ്യവാനേ, മശിഹായോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷി മരണം പ്രാപിച്ച ഭാഗ്യവാനേ, സകല ദൈവിക അനുഗ്രഹങ്ങളും തന്റെ മധ്യസ്ഥതയാൽ തരുന്ന നമ്മുടെ റാസ പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തിയതിനു ശേഷം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. എല്ലാവരും കഴിവതും മുമ്പോട്ട് കയറി നിൽക്കുവാനായിട്ട് ಪ್ರತ್ಯೇಕವಾಗಿ ശ്രദ്ധിക്കണം. ಕರ್ತನಲ್ಲಿ ಪ್ರಿಯರೇ, ನಮ್ಮ ಭಕ್ತಿಪೂರ್ವಕವಾದಂತಹ ಮೆರವಣಿಗೆಯು ದೇವಾಲಯದೊಳಗೆ ಪ್ರವೇಶಿಸುತ್ತಾ ಇದೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಸಾಧ್ಯವಾದಷ್ಟು ದೇವಾಲಯದಲ್ಲಿ ಆಗಿರಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. എല്ലാ ഭക്തജനങ്ങളും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുവാനും കഴിവതും മുൻപോട്ട് കയറി നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. റാസ കയറി വരുമ്പോൾ റാസയ്ക്ക് വേണ്ടുന്നതായ വഴികൾ ഒരുക്കുവാനായിട്ട് ദേവാലയത്തിനകത്ത് നിൽക്കുന്നതായ ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നടുക്കുള്ളതായ റെഡ് കാർപ്പറ്റിന്റെ പുറത്ത് നിൽക്കാതെ സൈഡിലോട്ട് മാറി നിൽക്കുവാനായിട്ട് ദേവാലയത്തിനകത്ത് നിൽക്കുന്നതായ എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു.
ನಾವೆಲ್ಲರೂ ನಡೆದಿರುವಂತಹ ವಾರ್ಷಿಕವು ಅದರ ಕೊನೆಯ ಕ್ಷಣಗಳಲ್ಲಿ ಅದು ಬರ್ತಾ ಇದೆ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಆಶೀರ್ವಾದಕ್ಕಾಗಿ ದೇವಾಲಯದಲ್ಲಿ ಪ್ರವೇಶಿಸಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ನಮ್ಮ ಪೂರ್ವಕವಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. നമ്മുടെ ദാസ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആശീർവാദത്തിനായിട്ടുള്ളതായ സമയമാണ്. എല്ലാ ഭക്തജനങ്ങളും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങി നിൽക്കണം എന്നുള്ളതായ കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം എല്ലാവർക്കും നേർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകമായിട്ടുള്ളതായ കൗണ്ടറുകൾ അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം പെരുന്നാളിന്റെ കുടിയിറക്കം നടത്തപ്പെടുന്നതാണ്. ಹಬ್ಬದಲ್ಲಿ ಬಂದಿರುವಂತಹ ಎಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೂ ಇದೀಗ ಆಶೀರ್ವಾದ ನಡೆಯುತ್ತದೆ. ಆಶೀರ್ವಾದ ಬಳಿಕ ಹಬ್ಬದ ಪ್ರಸಾದ ವಿತರಣೆ ನಡೆಯಲಿದೆ. ಅದು ಪ್ರತ್ಯೇಕವಾದಂತಹ ಕೌಂಟರ್ಗಳು ಅದಕ್ಕೆ ಬೇಕಾಗಿ ಕ್ರಮೀಕರಿಸಲಾಗಿದೆ. ಅದಾದ ಮೇಲೆ ಹಬ್ಬದ ಧ್ವಜ ಇಳಿಸುವಿಕೆ ನಡೆಯುತ್ತದೆ. ಎಲ್ಲರೂ ಭಕ್ತಿಯಿಂದ ಅದರಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ನಮ್ರಪೂರ್ವಕವಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ.
അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും ശക്തിക്കപ്പുറമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി സംരക്ഷിച്ച് പുലർത്തുമാറാകട്ടെ. സകല കാര്യങ്ങളിലും ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷകളിലും നേർച്ചകാഴ്ചകളിലും കുർബാനയിലും വാസനയിലും സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെ മരിച്ചുപോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായുള്ളവേ, ബലഹീനവും പ്രബലവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി നൽകുമാറാകണമേ. ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങുകളുടെ അതിലേക്ക് വരുമ്പോൾ എല്ലാവരോടും ഒരു വാക്ക് നന്ദി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പെരുന്നാളിന് വന്ന് മുഖ്യകാർമ്മികർ നിർവഹിച്ച് നിങ്ങളോടൊപ്പം പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളിലും സഹകരിക്കുവാൻ തരണം ഇടയാക്കി ദൈവത്തിന്റെ വലിയ കരുണയാദ്യമായി മുഖപ്പെടുത്തുന്നു. ഇതിനായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട പോളച്ചോളച്ചു ഇവിടുത്തെ പ്രത്യേക ഭാരവാഹികളോടും കമ്മിറ്റിക്കാരോടും എല്ലാം പ്രത്യേകമായിട്ടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ചിലമ്പാടി എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ പെരുന്നാളിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇന്ന് വന്ന് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അതിന്റെ വലിപ്പം എത്രമാത്രമാണ് എന്നുള്ളത് ശരിയായിട്ട് റിയലൈസ് ചെയ്തു. വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. യൂറി സഹായെ എത്രമാത്രം വലിയവരായി നമ്മൾ കണ്ട് ബഹുമാനിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ഇന്ന് ഈ നടക്കുന്ന ചടങ്ങുകളും അതിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഭക്തിയും ആദരവും സൂചിപ്പിക്കുന്നത്. പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്നലെ മുതൽ ഇവിടെ വരുവാനും ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും സ്നേഹമസ്മൃതമായ പെരുമാറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഒരു ദിവസം ഇവരെ കഴിയുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സ്തുതി ഇതിന് സാധ്യമാക്കി തന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിച്ചു. നമ്മുടെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തത് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് കെബ്രഹാം വളണ്ടച്ചനാണ്. അച്ഛനോടുള്ളതായ
Thank you.
Thank you.
Thank you.